ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ് അനാട്ടമി എന്ന് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും. എന്താണ് അനാട്ടമിയുടെ ഡെഫിനേഷൻ എന്താണ്? അനാട്ടമി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഇന്റേർണൽ സ്ട്രക്ചർ ഓഫ് പ്ലാന്റ്സ് ഇസ് കോൾഡ് അനാട്ടമി. ഓക്കെ, എനിവേ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം അതിനു മുമ്പ്. വിദ്യാർത്ഥികളിൽ പലർക്കും അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നത് പഠിക്കുവാൻ ചില പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ചാപ്റ്ററാണ്. എനിവേ NCERT നോക്കി പഠിച്ചാൽ ഒരു ഗൈഡിൻ്റെയും ആവശ്യമില്ല. NCERT നേരെ നോക്കി പഠിച്ചാൽ വെരി സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ക്ലാസ് നിങ്ങൾ കാണുന്നതോടുകൂടി ആ ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാവിധ സംശയങ്ങൾക്കും ഒരു തീരുമാനവുമാകും. എനിവേ, വെൽക്കം ടു ദിസ് ചാനൽ. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ ഈ പാരഗ്രാഫ് എല്ലാം ഒന്ന് ചുറ്റിന്ന് റിവൈസ് ചെയ്തൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു ഹിൻഡ് തരാനുള്ളത്, റിമൈൻഡ് ചെയ്യാനുള്ളത്, ഈ ചാപ്റ്റർ ഇപ്പോൾ വളരെയധികം കണ്ടന്റ് കുറച്ച് ചുരുക്കിയിട്ടുണ്ട്. മുൻ വർഷങ്ങളിലുണ്ടായിരുന്ന നീറ്റ് സിലബസ് പ്രകാരം ഈ ചാപ്റ്റർ അത്യാവശ്യം ഉണ്ടായിരുന്നു. അന്ന് നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടായിരുന്നു വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നത്. എനിവേ ആ ഒരു പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്കില്ല എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. എനിവേ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ജേണി തുടങ്ങാം. Plants have cells as the basic unit. Cells are organized into tissues, and in turn the tissues are organized into organs. The different organs in a plant shows difference in their internal structure. ഇതൊരു മെയിൻ പോയിന്റ് തന്നെയാണ്. ഡിഫറെന്റ് ഓർഗൻസ് ഇൻ എ പ്ലാന്റ് ഷോസ് ഡിഫറൻസ് ഇൻ ദെയർ ഇന്റേണൽ സ്ട്രക്ചർ. ഒരു പ്ലാന്റിന്റെ, അതായത് ഒരു പ്ലാന്റിന്റെ ഡിഫറെന്റ് പാർട്ടുകൾ, പല ഭാഗങ്ങളിലുള്ള ഓർഗനുകൾ, അവയവങ്ങൾ എന്ത് ചെയ്യും, ഡിഫറെന്റ് ആയിട്ടുള്ള ഇന്റേണൽ സ്ട്രക്ചറുകളാണ് അവർക്കുള്ളത്. അതിനെ കുറിച്ചിട്ടാണ് ഈ പാഠം നമ്മോട് പറയുന്നത്. ഓക്കെ, within angiosperms the monocots and dicots are also seen to be anatomically different. Internal structures also shows adaptation to diverse environments. ആൻജിയോസ്പേമുകൾ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് മോണോകോട്ടും മറ്റേത് ഡൈക്കോട്ടുമായിട്ട്. സോ ഈ മോണോകോട്ടിലും ഡൈക്കോട്ടിലും എന്ത് ചെയ്യുന്നത്, അനാറ്റമിക്കലി ഡിഫറെന്റ് ആണ് അവർ. രണ്ട് മോണോകോട്ടും ഡൈക്കോട്ടിലും ഡിഫറെന്റ് ആണ്. അവരുടെ ഇന്റേണൽ സ്ട്രക്ചറുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അവരുടേതായിട്ടുള്ള എൻവയോൺമെന്റുകൾക്ക് വേണ്ടിയിട്ട്, പാരിസ്ഥിതികപരമായിട്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തിട്ടുണ്ടാവും, ഇവോൾവ് ചെയ്തിട്ടുണ്ടാവും, അഡാപ്റ്റേഷൻ നടത്തിയിട്ടുണ്ടാവും തുടങ്ങിയവ. അവരൊക്കെ സ്വന്തമായിട്ട് തന്നെ അവർ എന്ത് ചെയ്യും, സിമിലർ അല്ല, അവരെന്താണ് ഡിഫറെന്റ് ആയിട്ടായിരിക്കും അവരുടെ ഓർഗൻസും കാര്യങ്ങളും അലൈൻമെന്റ്സും ഒക്കെ വരുന്നത്, അവരുടെ എൻവയോൺമെന്റിനെ അഡാപ്റ്റ് ചെയ്തുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് ദ ടിഷ്യൂ സിസ്റ്റം. ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ദ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്, we were discussing the types of tissues based on the types of cells present. Let us now consider how tissues vary depending on their location on the plant body. Their structure and function would also be dependent on location. Their structure, അതുപോലെ തന്നെ the function would also be dependent on the location. Okay, അതൊരു പോയിന്റാണ്. On the basis of their structure and location, അവരുടെ സ്ട്രക്ചറിന്റെയും ലൊക്കേഷന്റെയും അടിസ്ഥാനത്തിൽ there are 3 types of tissue system: epidermal tissue system, ground or fundamental tissue system, vascular conducting tissue system. Anyway, first one, epidermal tissue system. The epidermal tissue system forms the outermost covering of the whole plant body. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിന്റെ മെയിൻ എന്താണ്, മെയിൻ വർക്ക് എന്താണ്? കവർ ദി ഔട്ടർമോസ്റ്റ് കവറിംഗ് ഓഫ് ദി ഹോൾ പ്ലാന്റ് ബോഡി ഈസ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം ആൻഡ് കംപ്രൈസസ് ദ എപ്പിഡെർമൽ സെൽസ്. എന്താണ് എപ്പിഡെർമൽ സെൽസ് എന്ന് ആദ്യം മനസ്സിലാക്കുക. എപ്പിഡെർമൽ സെൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പുറം പാളിയിലുള്ള സെല്ലുകളെ പറയുന്ന പേരാണ് എപ്പിഡെർമൽ ആയിട്ടുള്ള സെല്ലുകൾ എന്ന് പറയുന്നത്. ഈ എപ്പിഡെർമൽ സെൽസിന്റെ ഒരു ഇത് കൊടുത്തിന് സ്റ്റൊമാറ്റ ഒക്കെ, സ്റ്റൊമാറ്റയുമായിട്ട് അഡ്ജസന്റ് വരുന്നതും എപ്പിഡെർമൽ സെൽസുകളാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഓക്കെ, ദ സ്റ്റൊമാറ്റ ആൻഡ് എപ്പിഡെർമൽ അപ്പൻഡേജസ്, ദ ട്രൈക്കോംസ് ആൻഡ് ഹെയർസ് എന്ന് നമുക്ക്
അപ്പൻഡേജസിനെ പറയാം. അതായത് സ്റ്റൊമാറ്റ ആൻഡ് എപ്പിഡെർമൽ അപ്പൻഡേജസ് എന്ന് പറഞ്ഞാൽ ട്രൈക്കോംസ് ആൻഡ് ഹെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്, തണ്ടിൽ കാണപ്പെടുന്ന ട്രൈക്കോമുകളാണ്, ചെറിയ മുള്ളു പോലെ ഇങ്ങനെ കൂർത്ത ഭാഗങ്ങൾ, അതേപോലെ തന്നെ ഹെയറുകൾ, ചെറിയ നാരുകൾ ഒക്കെ ഉള്ള ഒരു തണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാം, സങ്കല്പിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, എനിവേ this epidermis is the outermost layer of primary plant body. ഓക്കെ, പ്രൈമറി പ്ലാന്റ് ബോഡിയുടെ ഔട്ടർമോസ്റ്റ് ലെയർ ആണ് ഈ എപ്പിഡെർമിസ്. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരാം, എന്ത്, എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം കംപ്രൈസസ് എന്തൊക്കെയാണെന്ന് ചോദിക്കും. ദ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം കംപ്രൈസസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ ആൻസർ എന്ത് ചെയ്യണ്ടാവും, ഓപ്ഷനിൽ ഉണ്ടാവും. സോ അത് ടിക്ക് ചെയ്യുമ്പോൾ മാർക്ക് ചെയ്തത് കംപ്രൈസസ് ദ എപ്പിഡെർമൽ സെൽസ്, സ്റ്റൊമാറ്റ ആൻഡ് എപ്പിഡെർമൽ അപ്പൻഡേജസ്. ആൻഡ് ദ അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കും, ദ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം കംപ്രൈസസ് ദ എപ്പിഡെർമൽ അപ്പൻഡേജസ് ആൻഡ് വാട്ട് ആർ ദ എപ്പിഡെർമൽ അപ്പൻഡേജസ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ആൻസറും ഇവിടെ ഉണ്ട്, ദ ട്രൈക്കോംസ് ആൻഡ് ഹെയർസ്. സോ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. സോ നിങ്ങൾ ആ നിലയ്ക്ക് എന്ത് ചെയ്യുക, പഠിക്കണം. ഓക്കെ, ദിസ് ഔട്ടർമോസ്റ്റ് ലെയർ ഓഫ് പ്രൈമറി പ്ലാന്റ് ബോഡിയുടെ ഔട്ടർമോസ്റ്റ് ലെയർ ആണ് എപ്പിഡെർമിസ്. ഓക്കെ, ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള കോമ്പാക്ട്ലി പാക്ഡ് ആയിരിക്കും, അല്ലെ, കോമ്പാക്ട്ലി അറേഞ്ച്ഡ്. ഓക്കെ, കോമ്പാക്ട്ലി അറേഞ്ച്ഡ് സെൽസ് ആയിരിക്കും, വിച്ച് ഫോംസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ലെയർ അവിടെ എന്ത് ചെയ്യും, ഫോം ചെയ്യും. അതായത് മേഡപ്പ് ഓഫ് ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ പറയുന്നത് നീണ്ടിട്ടുള്ള, അതേപോലെ തന്നെ കോമ്പാക്ട്ലി പാക്ഡ്, രണ്ട് സെല്ലുകൾ കോമ്പാക്ട്ലി പാക്ക് അടുത്തടുത്ത് പാക്ക് ചെയ്യുന്നത് എന്നപോലെ ഇതിനെയാണ് കോമ്പാക്ട്ലി എന്ന് പറയുന്നത്, കോമ്പാക്ട്ലി പാക്ഡ്. ഓക്കെ, കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ള സെല്ലുകളായിരിക്കും ഈ എപ്പിഡെർമിസിനും ഉണ്ടായിരിക്കും. നമുക്കറിയാം, ഒരു തണ്ടിന്റെ പുറംഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കണം, അതിനെ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ അതിന് അബ്സോർപ്ഷനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ അറേഞ്ച്, മെയിൻലി ഫോർ പ്രൊട്ടക്ഷൻ. ഓക്കെ, വിച്ച് ഫോം എ കണ്ടിന്യൂസ് ലെയർ. എപ്പിഡെർമിസ് ഈസ് യൂഷ്വലി സിംഗിൾ ലെയർഡ്. എപ്പിഡെർമിസ് എന്താണ്, സിംഗിൾ ലെയർ ആണ്. ഓക്കെ, അതൊരു മെയിൻ പോയിന്റ് ആണ്. എപ്പിഡെർമിസ് എന്താണ്, സിംഗിൾ ലെയർ ആണ്. ഇത് ക്വസ്റ്റ്യനിൽ വരാൻ സാധ്യതയുണ്ട്. എപ്പിഡെർമിസ് ഡബിൾ ലെയർ ആണോ മൾട്ടി ലെയർ ആണോ എന്ന് ചോദിച്ചാൽ എപ്പിഡെർമിസ് ഇസ് എ സിംഗിൾ ലെയർഡ് continuous layered form of something like. Okay, epidermal cells are parenchymatous with a small amount of cytoplasm lining the cell walls and a large vacuole. എപ്പിഡെർമൽ സെൽസ് എന്ന് പറയുന്നത് പാരൻകൈമാറ്റസ് ആയിരിക്കും. എപ്പിഡെർമൽ സെൽസ് പാരൻകൈമാറ്റസ് സെൽസ് ആയിരിക്കും വിത്ത് എ സ്മോൾ എമൗണ്ട് ഓഫ് സൈറ്റോപ്ലാസം ലൈനിങ് ഇൻ ദ വാൾ ഓഫ് ദ ലാർജ് വാക്യൂം. ഓക്കെ, ഈ ഒരു സെന്റൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക. പാരൻകൈമ എന്ന് പറയുന്ന സംഭവം, പാരൻകൈമ സെൽസ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ പാഠഭാഗത്തിന് മുൻപ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ പാരൻകൈമ എന്നുള്ള പോർഷനെ ഇപ്പോൾ എടുത്ത് മാറ്റുകയാണ് ചെയ്തത്. എനിവേ നിങ്ങൾക്ക് പാരൻകൈമയെ കുറിച്ച് ചെറിയ ഒരു ഇത് പറഞ്ഞു തരാം, അത് പഠിക്കണം എന്നില്ല. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പാരൻകൈമ എന്ന് പറഞ്ഞാൽ epidermal cells are parenchymatous cells with a small amount of cytoplasm lining in the cell wall and a large vacuole. Okay, ഈ parenchymatous cells എന്ന് പറയുന്നത് forms the major component within the organs. The cells of the parenchyma are generally isodiametric ആയിരിക്കും. Isodiametric എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഐസോഡയാമെട്രിക് ആയിരിക്കും. പല പല ഷേപ്പ്, വലുതുണ്ടാവും, ചെറുതുണ്ടാവും, വലുതുണ്ടാവും, ഇങ്ങനെ ഉള്ളൊരു ഷേപ്പ്. ഇതിനെന്ത് ചെയ്യുന്നുണ്ടാവും, ഇന്റർസെല്ലുലാർ സ്പേസസ് ഇവിടെ എന്തുണ്ട്, ഇവിടെയൊക്കെ ഇന്റർസെല്ലുലാർ സ്പേസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണുവാൻ സാധിക്കും. ഓക്കെ ഓക്കെ ദേ മേ ബി സ്ഫെരിക്കൽ, അവർ സ്ഫെരിക്കൽ ആവാം, ഓവൽ ആവാം, റൗണ്ട് ആവാം, പോളിഗണൽ ആവാം, അല്ലെങ്കിൽ ഇലോങ്ങേറ്റഡ് ഷേപ്പുകളാവാം. ഇവിടെ നമുക്ക് ഇലോങ്ങേറ്റഡ് പാരൻകൈമാറ്റസ് സെൽസ് ആണ് ഇവിടെ ഉള്ളത്, എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, എനിവേ അവരുതായിരിക്കും ദെയർ വാൾസ് ആർ തിൻ മെയ്ഡപ്പ് ഓഫ് സെല്ലുലോസ് ആയിരിക്കും. അവരുടെ വാളുകൾ ഇതായിരിക്കും, തിന്നായിരിക്കും, അതുപോലെ മെയ്ഡപ്പ് ഓഫ് സെല്ലുലോസ് കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. എനിവേ അതത്ര പഠിച്ചാൽ മതി, അത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഓവറായിട്ട് എന്ത് ചെയ്യണ്ട, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. ഓക്കെ, പാരൻകൈമാറ്റസ് സെൽസ് എന്ന് പറഞ്ഞാൽ അതാണ്. വിത്ത് സ്മോൾ എമൗണ്ട് ഓഫ് സൈറ്റോപ്ലാസം, കുറഞ്ഞ എമൗണ്ട് ഓഫ് സൈറ്റോപ്ലാസം ലൈനിങ്ങും എന്തുണ്ടാവും,
സെൽ വാൾ ആൻഡ് ലാർജ് വാക്യൂൾ. അവർക്ക് വലിയ വാക്യൂൾ ഉണ്ടാവും. വാക്യൂൾ എന്താ അറിയാലോ, വാക്യൂൾ എന്ന് പറഞ്ഞാൽ വലിയ സംഭരണ ശേഷി പോലെയുള്ള ഒരു സെൽ ഓർഗൻ ആണ് അത്. ഓർഗൻ സെൽ ദ സ്ട്രക്ചർ ഓഫ് ബോഡി എന്ന് പറയുന്നതാണ്. ഓക്കെ, സെൽ സൈക്കിൾ സെൽ. ഓക്കെ, അത് എനിവേ നിങ്ങൾ എന്ത് പഠിക്കും, സെല്ലിന്റെ ചാപ്റ്ററിൽ ആ വാക്യൂളിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. എനിവേ അത് വിടാം. The outside of the cytoplasm, the outside of the epidermis is often covered with a waxy thick layer called the cuticle, which prevents the loss of water. Anyway, ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. The outside of the epidermis is often covered with a waxy thick layer called the cuticle, which prevents the water loss. Okay, question എങ്ങനെയായിരിക്കും? Cuticle for what? For prevents the water loss. Where do we present? The outside of the epidermis. Why? Often covered with a waxy thick layer called cuticle, which prevents the loss of water. Cuticle is absent in roots. ക്യൂട്ടിക്കിൾ എന്താണ്? ആബ്സെന്റ് ആണ് ഇവിടെ റൂട്ടുകളിൽ. ക്യൂട്ടിക്കിൾ എന്തുകൊണ്ട് ആബ്സെന്റ് ആയി? വൈ ക്യൂട്ടിക്കിൾ ആബ്സെന്റ് ഇൻ റൂട്ട്സ്? കാരണം എന്താണ്? നമ്മുടെ സ്റ്റെമ്മിന്റെ ഫങ്ഷൻ എന്താണ്? സ്റ്റെമ്മിന്റെ ഫംഗ്ഷനിൽ സ്റ്റെമ്മ് എന്ന് പറയുന്ന ഭാഗം നമുക്കറിയാം. സ്റ്റെമ്മ് ഇതായിരിക്കും അതിന്റെ റൂട്ട് സിസ്റ്റം വരുന്ന സ്ഥലം. ഓക്കെ, സ്റ്റെമ്മിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫോർ പ്രൊട്ടക്ഷൻ ആണ് ഒന്ന്. പിന്നെ ക്ലൈമാറ്റിക് ചേഞ്ചസിൽ നിന്നും ആ തണ്ട് എന്ത് ചെയ്യും, ആ പ്ലാൻ ബോഡിയെ എന്ത് ചെയ്യും, രക്ഷിക്കും. ഓക്കെ, അപ്പോ അവിടെ എന്ത് നടക്കുന്നില്ല? അബ്സോർപ്ഷൻ നടക്കുന്നില്ല. അവിടെ സെക്രീഷൻസ് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സെക്രീഷൻസ് ചെറിയ രീതിയിൽ നടക്കുന്നുണ്ട്. അബ്സോർപ്ഷൻ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. ഈ എയർ പാസേജ് ചെറിയ രീതിയിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ വഴിയെ പറയാം. എനിവേ നമ്മുടെ റൂട്ടുകളിൽ നടക്കുന്ന അത്രയും അവിടെ ആ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. പക്ഷെ റൂട്ടുകളിൽ എന്ത് നടക്കുന്നുണ്ട്? വാട്ടർ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ഈ ക്യൂട്ടിക്കിൾ എന്ന സംഭവം ഈ സ്റ്റെമ്മിൽ ഉണ്ടായത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, അത് ബ്ലോക്ക് ചെയ്യും. എന്തിനെ? അബ്സോർപ്ഷനെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, സ്റ്റെമ്മിലുള്ള വെള്ളം വാട്ടർ ലോസ് ഉണ്ടാവാതിരിക്കാൻ ക്യൂട്ടിക്കിൾ സഹായിക്കും. അതുപോലെ തന്നെ റൂട്ടുകളിൽ ഈ ക്യൂട്ടിക്കിൾ വന്നാൽ റൂട്ടുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, വാട്ടറിനെ അബ്സോർബ് ചെയ്യാനും പറ്റൂല. അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. സോ അതുകൊണ്ടാണ് റൂട്ടുകളിൽ ക്യൂട്ടിക്കിൾ ആബ്സെന്റ് ആയിട്ട് മാറിയത്. ഓക്കെ, സ്റ്റൊമാറ്റ സ്ട്രക്ചേഴ്സ് ആർ പ്രസന്റ് ഇൻ ദി എപ്പിഡെർമിസ് ഓഫ് ലീവ്സ്. സ്റ്റൊമാറ്റ എന്ന് പറയുന്ന സ്ട്രക്ചർ എന്തുണ്ട്? എപ്പിഡെർമിസ് ഓഫ് ലീവ്, അതായത് ഇലകളിലൂടെ എപ്പിഡെർമിൽ പോർഷനുകളിൽ എന്ത് സ്റ്റൊമാറ്റ ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എനിവേ, Stomata regulate the process of transpiration and gaseous exchange. Okay, ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. Stomata regulate the process of transpiration and gaseous exchange. Okay, നമുക്കറിയാലോ സ്റ്റൊമാറ്റോ റെഗുലേറ്റ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്പിരേഷൻ ആൻഡ് ഗാസിയസ് എക്സ്ചേഞ്ച് തന്നെ എന്ത് ചെയ്യണം, ഓപ്ഷനിൽ ഉണ്ടാവും. വേറെ കുറെ ഓപ്ഷനുകൾ, സിമിലർ ഓപ്ഷൻസ് വരും. നമ്മൾ അതിലേക്ക് ടിക്ക് ചെയ്ത് ഈ ഒരു സെന്റൻസിന് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ മനസ്സിലിരുത്തി പഠിക്കുക. ഓക്കെ, ഈച്ച് സ്റ്റോമ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റൊമാറ്റയുടെ സിംഗുലർ ആണ് സ്റ്റോമ. ഈച്ച് സ്റ്റോമ ഇസ് കമ്പോസ്ഡ് ഓഫ് 2 bean shaped cells as ഗോഡ് സെൽസ്. ഗോഡ് സെൽസ് എന്ന് പറയുന്നത് 2 bean shaped സെല്ലുകളാണ്. ഇതിൽ നമുക്ക് 2 bean shaped സെല്ലുകൾ കാണാൻ സാധിക്കും. അതിനെയാണ് ഓക്കെ, എനിവേ എന്താണ് ഗോഡ് സെൽസ് എന്ന് വിളിക്കുന്നത്? ഗോഡ് സെൽസ് കാണുന്നുണ്ടെങ്കിൽ ഓക്കെ, യെസ്, ഈ ബീൻ ഷേപ്ഡ് സെല്ലുകളാണ്. ഇത് ഡംബൽ ഷേപ്ഡ് ബീനുകളാണ്. ഇത് എന്തിനാ വരിക? ഡംബൽ ഷേപ്ഡ് ബീനുള്ളതാണ്. എനിവേ ബീൻ ഷേപ്ഡ് ഇവിടെ ഉണ്ട്. ഇതിനെ പറയുന്നതാണ് ഗോഡ് സെൽസ്. ഓക്കെ, ഗോഡ് സെൽസ് എന്ന് പറയുന്നത് ഈ സെല്ലുകളെയാണ് ഗോഡ് സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഗോഡ് സെൽസ് ആണ് എന്ത് ചെയ്യുന്നത്? വിച്ച് എൻക്ലോസസ് സ്റ്റൊമാറ്റൽ പോർ. സ്റ്റൊമാറ്റൽ പോറിനെ എന്ത് ചെയ്യുന്നത്? എൻക്ലോസ് ചെയ്യുന്നത്, അടക്കുകയും തുറക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രക്രിയ നടത്തുന്നത് ആരാണ്? ഗോഡ് സെൽസ് ആണ്. ഗോഡ് സെൽസ് ഫോർ റെഗുലേറ്റ് എൻക്ലോസസ് ദ സ്റ്റൊമാറ്റൽ പോർ. ഈ സ്റ്റൊമാറ്റൽ പോർ എന്ന് പറയുന്ന ഒരു റീജിയൻ അടക്കുകയും തുറക്കുകയും ചെയ്യുന്നത് ആരാണ്?
ഗോഡ് സെൽസ് ആണ്. ഓക്കെ, വിച്ച് എൻക്ലോസസ് സ്റ്റൊമാറ്റൽ പോർ ഇൻ ഗ്രാസസ്. ഗ്രാസുകളിൽ എന്താണ് ദ ഗോഡ് സെൽസ് ആർ ഡംബൽ ഷേപ്ഡ്. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യനിൽ വന്നു, രണ്ട് ഫിഗർ കൊടുത്തു, ഇതാണ് രണ്ട് ഫിഗർ. ഓക്കെ, ഇതിൽ ഏതാണ് മോണോകോട്ട്, ഇതിൽ ഏതാണ് ഡൈക്കോട്ടിൻ്റെത് എന്ന് ചോദിക്കും. അപ്പോൾ ഇത് ഡൈക്കോട്ടിൻ്റെതാണ്. ഏത്? ഇത് ഈ ഡയഗ്രാം ഫോർ ഡൈക്കോട്ടിന്റെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സ്റ്റൊമാറ്റയാണ് സൂചിപ്പിക്കുന്നത്. ഇത് മോണോകോട്ടിന്റെ. സോ എക്സാമ്പിൾ ആയിട്ട് ചോദിക്കും, ഇത് എന്തിന്റെ? ഇത് നമ്മുടെ റൈസിന്റെ അല്ലേ? ഗ്രാസ്. ഓക്കെ, പുല്ലുകളുടെ സ്റ്റൊമാറ്റ ഇങ്ങനെയായിരിക്കും. അവിടെ ഇവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ ഗോഡ് സെൽസ് എന്താണ്? ബീൻ ഷേപ്ഡാണ്. ഇവരുടെ ഗോഡ് സെൽസ് എന്താണ്? ഡംബൽ ഷേപ്ഡാണ്. സോ ദിസ് ഇസ് എ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡൈക്കോട്ട് ആൻഡ് ദ മോണോകോട്ട് സ്റ്റൊമാറ്റൽ സെൽസ്, ഗോഡ് സെൽസ്. നമുക്ക് മുൻപ് പഠിച്ചു, ആൻജിയോസ്പേമുകൾ തന്നെ ഡൈക്കോട്ടും മോണോകോട്ടും തമ്മിലുള്ള ഓർഗൻസിന്റെയും സ്ട്രക്ചറും അനാട്ടമിയും ഒക്കെ എന്തെയും ഡിഫറെന്റ് ആണ്. സോ ഫസ്റ്റ് എക്സാമ്പിൾ എന്തായി നിങ്ങൾ പഠിച്ചിരിക്കുന്നു. ഓക്കെ, എനിവേ, the outer wall of the god cells away from the stomatal pore are thin, and the inner walls towards the stomatal pore are highly thickened. ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവാൻ സാധിക്കും, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ ഈ വോൾ ഉണ്ടല്ലോ, എനിവേ, ഇതാണ് ഗോഡ് സെൽസ് എന്ന് പറയുന്നത്. ഈ ഗോഡ് സെൽസിന്റെ പുറം പാളി ഔട്ടർ ലെയർ എന്താണ്? തിന്നാണ്. ഔട്ടർ ലെയർ എന്താണ്? തിന്നാണ്. ഈ ഉള്ളിലുള്ള ഇന്നർ ലെയർ, ഓക്കെ, അകംപാളി എന്താണ്? തിക്കായിട്ടുള്ള ഒരു ലെയറാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ആ ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. The god cells possess chloroplast and regulate the opening and the closing of stomata. ഗോഡ് സെൽസിന് എന്ത് ചെയ്യുന്നുണ്ട്? ക്ലോറോപ്ലാസ്റ്റുകൾ ബിയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ക്ലോറോപ്ലാസ്റ്റുകൾ ഉണ്ട് എന്തിൽ? ഗോഡ് സെൽസിലുണ്ട്. സോ അതെന്ത് റെഗുലേറ്റ് ചെയ്യുന്നു? വാട്ട് ദ ഫംഗ്ഷൻ ഓഫ് ദ ഗോഡ് സെൽസ് ഇൻ യൂഷ്വൽ ടു റെഗുലേറ്റ് ദ ക്ലോസ് ആൻഡ് ദി ഓപ്പണിംഗ് ഓഫ് സ്റ്റൊമാറ്റൽ ഗോഡ് സെൽസ്. ഓക്കെ, sometimes a few epidermal cells in the vicinity of the god cells become specialized in their shape and size are known as subsidiary cells. സബ്സിഡിയറി സെൽസ് എന്ന് പറയുന്നത് അതിനെ അഡ്ജസ്റ്റന്റ് ആയിട്ട് കാണുന്ന ഒരു സെല്ലുകളെയാണ് എന്ത് സബ്സിഡിയറി സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സബ്സിഡിയറി സെൽസ് ഈ ഡെഫിനേഷൻ എന്ത് ചെയ്യുക? നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഈ ഡെഫിനേഷൻ നമ്മൾ നോട്ട് ചെയ്ത് വെക്കാത്ത ഒരു സംഭവമാണ്. ഇത് വന്നാൽ ചിലപ്പോൾ മാറിക്കുത്തുവാൻ സാധ്യതയുണ്ട്. സോ ഈ ഒരു ഡെഫിനേഷൻ ആയിട്ടുള്ള ഈ പോർഷൻ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഇപ്പോൾ തന്നെ 4 പ്രാവശ്യം വായിക്കുക. എന്നിട്ട് മനസ്സിൽ എന്ത് ചെയ്യുക? ഉറപ്പിച്ച് നിർത്തുക. ഓക്കെ, അത് വലിയ കാര്യമൊന്നുമില്ല. മീൻസ് ഇതിപ്പോ ബീൻ ഷേപ്പിലാണ്, ഡംബിൾ ഷേപ്പിലാണ്. അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? അതിനടുത്തുള്ള വിഗ്നിറ്റി ആയിട്ടുള്ള അഡ്ജസന്റ് സെല്ലുകൾ തമ്മിലുള്ള വ്യത്യാസം ഒക്കെ വരും. അങ്ങനെ കുറച്ച് സെല്ലുകൾ അവിടെ ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് സബ്സിഡിയറി സെല്ലുകൾ. അത് സ്പെഷ്യലൈസ്ഡ് ആണ് their shape and size. For what? God cells become specialized in their shape and size are known as subsidiary cells. Okay. The stomatal aperture, God cells and surrounding subsidiary cells are together called stomatal apparatus. എന്താണ് സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് എന്ന് ചോദിക്കും. സ്റ്റൊമാറ്റൽ അപ്പാരറ്റസിന് 2 എണ്ണം ഉണ്ട് ഇവിടെ. സ്റ്റൊമാറ്റൽ അപ്പർച്ചർ, ഗോഡ് സെൽസിനെ പറയുന്ന പേരാണ് സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ്. ഓക്കെ,
The cells of epidermis bear a number of hairs. The root hairs are unicellular elongations of the epidermal cells and help absorb water and minerals from the soil. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. റൂട്ട് ഹെയേഴ്സിൻ്റെ യൂണിസെല്ലുലാർ ആണ് എന്ന് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. റൂട്ട് ഹെയേഴ്സ് ആർ യൂണിസെല്ലുലാർ എന്നത് മറക്കരുത്. പിന്നെ ബാക്കി നമുക്കറിയാലോ, റൂട്ട് ഹെയർ ആണ് അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ഹെൽപ്പ് ടു അബ്സോർബ് ദ വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദി സോയിൽ ആണ്. ഓൺ ദ സ്റ്റെം ദ എപ്പിഡെർമൽ ഹെയർസ് ആർ കോൾഡ് ദി ട്രൈക്കോംസ്. ഓക്കെ, ഇവിടെ രണ്ട് വ്യത്യാസം വന്നുള്ളത്, അത് സ്റ്റെമ്മിലുള്ള റൂട്ട് ഹെയറിനെ പോലെയുള്ള സ്റ്റെമ്മിലുള്ള സ്ട്രക്ചറുകളെ വിളിക്കുന്ന പേരാണ് ട്രൈക്കോംസ്. നമ്മൾ നേരത്തെ ട്രൈക്കോമിനെ കുറിച്ച് പറഞ്ഞു. ട്രൈക്കോംസ് എന്ന് വിളിക്കുന്നത് സ്റ്റെമ്മിലുള്ള എന്താണ്, ഇത്ര വലുതെന്നല്ല, ഞാനിപ്പോൾ വരയ്ക്കുമ്പോൾ അത് വലുതാവുന്നതാണ്. ചെറിയ മുള്ളുകളെ പോലെയുള്ള അല്ലെങ്കിൽ വേരുകളുടെ റൂട്ട് ഹെയറുകളെ പോലെയുള്ള സംഭവങ്ങളെയാണ് എന്ത് ട്രൈക്കോംസ് എന്ന് വിളിക്കുന്നത്. അവരെന്ത് ചെയ്യുന്നുണ്ട് അവിടെ, ദ ട്രൈക്കോംസ് ഇൻ ദ ഷൂട്ട് സിസ്റ്റം ആർ യൂഷ്വലി മൾട്ടി സെല്ലുലാർ ആണ്. അത് വലിയ ഡിഫറൻസ് ആണ്. ഓക്കെ, റൂട്ട് ഹെയറിനെ പോലെ തന്നെയാണ് ട്രൈക്കോംസ്. എപ്പിഡെർമൽ ഹെയറുകൾ ഇത് സ്റ്റെമ്മിലുള്ള എപ്പിഡെർമൽ ഹെയറുകളെ വിളിക്കുന്ന പേര് ട്രൈക്കോം എന്നാണ്. റൂട്ടിലുള്ള എപ്പിഡെർമൽ ഹെയറുകളെ വിളിക്കുന്ന പേര് റൂട്ട് ഹെയർസ് എന്നാണ്. റൂട്ട് ഹെയറുകൾ എന്താണ്, യൂണിസെല്ലുലാർ ആണ്. എന്നാൽ ട്രൈക്കോംസ് എന്താണ്, അവർ പലപ്പോഴും മൾട്ടി സെല്ലുലാർ ആയിട്ടാണ് കാണപ്പെടാറ്. ദേ മേ ബി ബ്രാഞ്ച്ഡ് ആവാം, അൺബ്രാഞ്ച്ഡ് ആവാം, സോഫ്റ്റ് ആവാം, സ്റ്റിഫും കൂടി ആവാം. ഓക്കെ, സ്റ്റിഫും കൂടി ആവാം. സോ സ്റ്റിഫ് എന്ത് ചെയ്യണം, നോട്ട് ചെയ്തേക്കണം. ബാക്കി നമുക്ക് മനസ്സിലിരിക്കും. സ്റ്റിഫ് എന്ത് ചെയ്യില്ല, നമ്മുടെ മനസ്സിലിരിക്കത്തില്ല. ഓക്കെ, ദ മേ ബി ഈവൻ ബി സെക്രട്ടറി ആയിരിക്കാം. ചിലപ്പോൾ വരുന്നതും സെക്രീഷൻ വരെ നടത്താൻ കഴിയുന്നവരായിരിക്കും ആര്, ഈ ട്രൈക്കോംസ് എന്ന് പറയുന്നത്. സെക്രീഷൻ ആര് നടത്തുന്നത്, റൂട്ട് ഹെയറുകൾ സെക്രീഷൻ അബ്സോർപ്ഷൻ ഒക്കെ നടക്കും. പക്ഷേ ഈ ട്രൈക്കോംസിൽ അങ്ങനെ കാണപ്പെടാറില്ല. മേ ബി അവരെന്ത് ചെയ്യും, സെക്രീഷൻ വരെ നടത്തും എന്നാണ് പറയുന്നത്. ഓക്കെ, ദ ട്രൈക്കോംസ് ഹെൽപ്പ് ഇൻ പ്രിവെന്റിങ് വാട്ടർ ലോസ് ഡ്യൂ ടു ദി ട്രാൻസ്പിരേഷൻ കാരണം എന്ത് ചെയ്യും, ട്രൈക്കോംസ് ഹെൽപ്പ് ഇൻ പ്രിവെന്റിങ് വാട്ടർ ലോസ്. ഓക്കെ, എനിവേ ട്രൈക്കോംസിന്റെയും റൂട്ട് ഹെയർസിന്റെയും ധർമ്മവും എന്താണ്, ഫങ്ഷൻസും എന്താണ്, വ്യത്യസ്തമാണ്. അത് പ്രത്യേകം മനസ്സിലാക്കുക. The ground tissue system. All tissues except the epidermis and vascular bundles constitute the ground tissue. It consists of simple tissues such as parenchyma, collenchyma, and sclerenchyma. Parenchyma cells are usually present in cortex, pericycle, pith, and medullary rays. In the primary stems and roots, in leaves, the ground tissue consists of thin-walled chloroplast containing the cells and is called mesophyll. Okay. All tissues except epidermis. എല്ലാ ടിഷ്യൂകളും, എപ്പിഡെർമിസ് ഒഴികെയുള്ള എല്ലാ ടിഷ്യൂകളും, ആൻഡ് വാസ്കുലാർ ബണ്ടിലുകളും. വാസ്കുലാർ ബണ്ടിൽ എന്താ, വാസ്കുലാർ ബണ്ടിൽസ് എന്ന് പറയുന്നത് ഇതാണ് വാസ്കുലാർ ബണ്ടിൽസ്. ഇത് കൺജോയിന്റ് ഓപ്പൺ ആണ്, ഇത് കൺജോയിന്റ് ക്ലോസ്ഡ് ആണ്, ഇത് റേഡിയൽ ആണ്. ഓക്കെ, ഇതാണ് വാസ്കുലാർ ബണ്ടിൽസ്. ഓക്കെ, ഓൾ ടിഷ്യൂസ് എക്സെപ്റ്റ് എപ്പിഡെർമിസ്, എപ്പിഡെർമിസ് ഒഴികെയുള്ള എല്ലാ ടിഷ്യൂകളും, ആൻഡ് വാസ്കുലാർ ബണ്ടിൽസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഗ്രൗണ്ട് ടിഷ്യൂ. ഇതൊരു ഡെഫിനേഷൻ പോയിന്റ് ആണ്. ഇതെന്ത് ചെയ്യാം, കൃത്യമായി നോട്ട് ചെയ്യുക. ഇപ്പൊ തന്നെ അതിന്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. ഞാൻ പറഞ്ഞു തന്നു എന്താണ്, ഒരു മരത്തിലുള്ള എല്ലാ ടിഷ്യൂകളും ആണ് എന്ത് ഒഴികെ, എപ്പിഡെർമിസ് ഒഴികെയുള്ള എല്ലാ ടിഷ്യൂകളും. അതിലെന്തും ഉൾപ്പെടുന്നുണ്ട്, വാസ്കുലർ ബണ്ടിലും ബാക്കിയുള്ള എല്ലാ ടിഷ്യൂകളെയും എക്സെപ്റ്റ് എപ്പിഡെർമിസ് ഒഴികെയുള്ള വാസ്കുലർ ബണ്ടിൽ പ്ലസ് ഓൾ ടിഷ്യൂസ് ഓഫ് എ പ്ലാന്റ് ഇസ് കോൾഡ് ground tissue. Okay, it consists of simple tissues such as parenchyma, collenchyma, and sclerenchyma. ഈ പാരൻകൈമ, കോളൻകൈമ, സ്ക്ലിയറൻകൈമ എന്നുള്ളത് നമ്മുടെ ഡിലീറ്റഡ് പോർഷൻ ആണ്. അതായത് ഈ പാഠത്തിൽ തന്നെ മുൻപ് ഉണ്ടായിരുന്ന പാഠഭാഗങ്ങളായിരുന്നു. അത് മുൻപ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, പക്ഷേ ഈ വർഷം അതില്ല. എനിവേ പാരൻകൈമാറ്റ സെൽസ്, പാരൻകൈമ, കോളൻകൈമ, സ്ക്ലിയറൻകൈമ എന്ന് പറയുന്നതൊക്കെ ഞാൻ സിമ്പിൾ സെല്ലുകളാണ്. ഞാൻ പാരൻകൈമയെ കുറിച്ച് നേരത്തെ പറഞ്ഞു. അവർ സെല്ലുലോസിക് ആയിട്ടുള്ള, ഐസോഡൈമെട്രിക് ആയിട്ടുള്ള, അതേപോലെ തന്നെ മേജർ ആയിട്ടുള്ള
പോളിഗണൽ, ഓവൽ, റൗണ്ട്, സ്ഫെരിക്കൽ ആയിട്ടുള്ള ഒരു ഇലവങ്ങേറ്റഡ് ഷേപ്പ് ആയിട്ടുള്ള, മേ ബി അവർ എന്തുവാം, ഇലവങ്ങേറ്റഡ് വരെ ഷേപ്പ് ആയിട്ടുള്ള തിൻ ആയിട്ടുള്ള സെല്ലുലോസിനാൽ ഉണ്ടാക്കപ്പെട്ട സെല്ലുകളെയാണ് എന്ത് പറയുന്നത്, പാരൻകൈമ സെല്ലുകൾ എന്ന് പറയുന്നത്. അവരെന്താണ്, ക്ലോസ്ലി പാക്ഡ് ആണ്, പക്ഷെ അവർക്ക് എന്തുണ്ടാവും, സ്മോൾ ഇന്റർ സെല്ലുലാർ സ്പേസുകൾ അവരിൽ പ്രസന്റ് ആയിരിക്കും. അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ് ആൻഡ് സ്റ്റോറേജ് ആൻഡ് സെക്രീഷൻ ആണ്. ഇനി ഇതിവിടെ പറയുന്നില്ല, അത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ്, പക്ഷേ അത് ഒരു ബേസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. എനിവേ, പാരൻകൈമാറ്റ സെൽസ് ആർ യൂഷ്വലി പ്രസന്റ് ഇൻ കോർട്ടെക്സ്, പെരിസൈക്കിൾ. എന്തുകൊണ്ടാണ് പാരൻകൈമാറ്റ സെൽസ് നമ്മുടെ കോർട്ടെക്സിൽ കാണപ്പെടാൻ സാധിക്കുന്നത്? കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, കോർട്ടെക്സ് എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് പ്രദേശത്തെയാണ്. ഓക്കെ, ഔട്ടർ മോസ്റ്റ് അല്ല, എനിവേ അതിനോട് അടുത്തൊരു പ്രദേശമാണ് കോർട്ടെക്സ്. പുറം തോടിനോട് അടുത്തുള്ള ഒരു പ്രദേശമാണ് കോർട്ടെക്സ്. കോർട്ടെക്സിൽ എന്തുകൊണ്ടാണ് ഈ പാരൻകൈമാറ്റ സെൽസ് കാണപ്പെടുന്നത്? ഈ പാരൻകൈമാറ്റ സെൽസിന്റെ ഒരു ഫംഗ്ഷൻ, മേജർ ആയിട്ടുള്ള ഫംഗ്ഷനിൽപ്പെട്ട ഒന്നാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് ആരുടെ ഏത് സെല്ലുകളിൽ നടക്കുന്നത്? അത് പാരൻകൈമാറ്റ സെൽസിലാണ് നടക്കുന്നത്. സെക്രീഷൻ, അതും പാരൻകൈമാറ്റ സെല്ലിൽ നടക്കുന്നത്. അത് ഒരിക്കലും കോളൻകൈമയിലോ സ്ക്ലിയർകൈമയിലോ നടക്കില്ല. പിന്നെ സ്റ്റോറേജ്. സോ ഔട്ടർമോസ്റ്റ് സെല്ല് ആവണമെന്നുണ്ട് എങ്കിൽ അവിടെ അവർക്ക് എന്ത് കഴിവ് വേണ്ടി വരും? ഫോട്ടോസിന്തസിസിനുള്ള കഴിവ് വേണം, സെക്രീഷനിലുള്ള കഴിവ് വേണം. അവരാണല്ലോ അറ്റ്മോസ്ഫിയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന പാർട്ട്. സോ അതുകൊണ്ട് ഓക്കെ, the pericycle, pith and medullary rays in the primary stems and roots. ഓക്കെ, പാരൻകൈമാറ്റ സെൽസ് എവിടേക്ക് പ്രസന്റ് ആവും എന്ന് ചോദിച്ചാലുള്ള ഉത്തരമാണ് പെരിസൈക്കിള്, പിത്ത്, മെഡുലറി റേസ്, പ്രൈമറി സ്റ്റെംസ് ആൻഡ് റൂട്ട്സ്, ഓൾസോ കോർട്ടെക്സ്. ഓക്കെ, അത് നോട്ട് ചെയ്യാം. അടുത്തത് ഇൻ ലീവ്സ്. ഇനി ഇലകളിൽ the ground tissue consists of thin walled chloroplast containing cells is called mesophyll. തിൻ വാൾഡ് ആയിട്ടുള്ള എന്ത് ക്ലോറോപ്ലാസ്റ്റുകൾ ഉണ്ടാവും. എങ്ങനെ? തിൻ വാൾഡ് ആയിട്ടുള്ള അവരെ പറയുന്ന പേരാണ് മീസോഫിൽ. ഓക്കെ, അതൊന്ന് എന്ത് ചെയ്യാം, നോട്ട് ചെയ്യാം. എനിവേ, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. ഇത് നിങ്ങൾ ഇതിൻ്റെ ഓക്കെ ഇൻ ലീവ്സിൽ ദി വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം. എന്താണ് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം? The vascular tissue system consists of complex tissues, the phloem and the xylem. The xylem and phloem together constitute the vascular bundles. ഈ സൈലം ഫ്ലോയം എന്ന് പറയുന്നത് എന്താണ്? ആദ്യം അത് മനസ്സിലാക്കാം. സൈലവും ഫ്ലോയവും നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു, പക്ഷെ അത് അവരെടുത്ത് മാറ്റി. സൈലവും ഫ്ലോയും ഒരു കോംപ്ലക്സ് ടിഷ്യൂ എന്ന് നമ്മൾ അതിനെ വിളിക്കും. പെർമനന്റ് ടിഷ്യൂകളിൽപ്പെട്ട പെർമനന്റ് ടിഷ്യൂവിന്റെ സബ് ഗ്രൂപ്പായിട്ടുള്ള കോംപ്ലക്സ് ടിഷ്യൂവിൽ പെടുന്ന ടിഷ്യൂ സിസ്റ്റങ്ങളാണ് എന്ത്? ഈ സൈലവും ഫ്ലോയവും. ഓക്കെ, സൈലവും ഫ്ലോയത്തിനും കുറേ അധികം പാർട്സുകളുണ്ട്. സൈലത്തിന് ട്രക്കീഡ്സ്, വെസൽസ്, സൈലം ഫൈബേഴ്സ്, സൈലം പാരൻകൈമ, അങ്ങനെ കുറേ ഉണ്ട്. 4 വെച്ചിട്ട് 2 ഓക്കെ, എനിവേ, സോ അതിലെന്തെങ്കിലും ഇത് ഇവിടെ പഠിക്കാനില്ല. സോ ദ വാസ്കുലർ ടിഷ്യൂ സിസ്റ്റത്തിൽ വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? കോംപ്ലക്സ് ടിഷ്യൂ ആണ്. ഓക്കെ, ദ ഫ്ലോയം ആൻഡ് സൈലം. എന്താണ് കോംപ്ലക്സ് ടിഷ്യൂ എന്ന് ചോദിച്ചാൽ അതിൽ സൈലത്തിനെയും ഫ്ലോയത്തിനെയും ഒരുമിച്ച് പറയാൻ ഉപയോഗിക്കുന്ന വേർഡാണ് കോംപ്ലക്സ് ടിഷ്യൂ. ഓക്കെ, the xylem and phloem together constitute vascular bundles. The vascular tissue system. In dicotyledonous stems, cambium is present between the phloem and the xylem. Cambium എന്ത് ചെയ്യുന്നുണ്ട്? cambium ഉണ്ടാകും ആരുടെ? between the xylem and phloem. എവിടെ? dicotyledonous സ്റ്റെമ്മുകളിൽ. cambium എന്ന് പറഞ്ഞാൽ സംഭവം ഇതാണ്. ഓക്കെ, cambium കണ്ടല്ലോ. ഈ ഒരു സ്ട്രക്ചറിനെയാണ് കാമ്പിയം എന്ന് പറയുന്നത്.
സോ കാമ്പിയം എന്ന് പറയുന്നത് ഇത് എവിടെയാണ് കാണപ്പെടുക എന്ന് ചോദിക്കും. അത് ഡൈകോട്ടിലിനസ് പ്ലാന്റുകളുടെ സ്റ്റെമ്മുകളിൽ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയിലായിട്ട് എന്ത് ചെയ്യും, കാണും. ഓക്കെ. Such vascular bundles, because of the presence of cambium, possess the ability to form the secondary xylem and the phloem tissues, and hence are called open vascular bundles. അതായത് ഈ കാമ്പിയം ഉണ്ടായത് കൊണ്ടുള്ള ഒരു ഗുണമാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ വാസ്കുലർ ബണ്ടിലുകളെല്ലാം കാമ്പിയം ഉണ്ടായത് കൊണ്ട് എന്തുണ്ട്, അതിനൊരു കഴിവ് ഉണ്ടാകുന്നുണ്ട്. ടു ഫോം സെക്കൻഡറി സൈലം, പ്രൈമറി സൈലം കൂടാതെ എന്ത്, സെക്കൻഡറി സൈലവും സെക്കൻഡറി ഫ്ലോയവും ഈ ടിഷ്യൂകളിൽ ഉണ്ടാകുവാനുള്ള ഒരു സഹായം, അതായത് ഉണ്ടാകുവാനുള്ള കഴിവ് ഉണ്ടാകും എന്നുള്ളത് കൊണ്ട്, കാമ്പിയം ഉള്ളത് കൊണ്ട്. കാമ്പിയം ഒരു ഫാക്ടറാണ് ആ കാര്യത്തിൽ. സോ കാമ്പിയം, presence of cambium possess the ability to form the secondary xylem and phloem tissues, and hence അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് എന്ത്, ഓപ്പൺ വാസ്കുലർ ബണ്ടിലുകൾ എന്ന് വിളിക്കുന്നത് അതിനെ. ഇത് മോണോകോട്ടിലിനസ്, in the monocotuകളിൽ the vascular bundles have no cambium present in them, hence since they do not form secondary tissues, they are referred to as closed. അതായത് മോണോകോട്ടുകളിൽ എന്തില്ല, കാമ്പിയം ഇല്ല. മോണോകോട്ടിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇത്. ഇവിടെ എന്തില്ല, കാമ്പിയം ഇല്ല. ഇവിടെ ഡൈക്കോട്ട് എക്സാമ്പിൾ ആണ്. ഇവിടെ എന്തില്ല, കാമ്പിയം ഉണ്ട്. മോണോകോട്ടുകളിൽ എന്തില്ല, കാമ്പിയം ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെക്കൻഡറി ടിഷ്യൂ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് സെക്കൻഡറി ഫ്ലോയും സെക്കൻഡറി സൈലും പ്രൊഡ്യൂസ് ചെയ്യാൻ എബിലിറ്റി ഇല്ല. അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. സോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരെ അപ്പോൾ എന്ത് വിളിക്കും, ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിലുകൾ എന്ന് വിളിക്കും. ഓക്കെ. When xylem and phloem within a vascular bundle are arranged in an alternative manner along the different radii, the arrangement is called radial, such as in roots. ഓക്കെ, അതാണ് ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. റേഡിയലിനെ കണ്ടോ, ഡിഫറെന്റ് റേഡിയ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. When xylem and phloem within a vascular bundle are arranged in alternative manner along the different radii, the arrangement is called radial. ഇത്ര ഓർത്താൽ മതി. ഡിഫറെന്റ് റേഡി, ഇതിപ്പോ ഇങ്ങനെ ഒരു റേഡിയസ് ആണല്ലോ. ഓക്കെ, വെയിറ്റ്. ആൾട്ടർനേറ്റീവ് ആയിട്ട് എന്തുണ്ട്, സൈലവും ഫ്ലോയും ഉണ്ട്. അതും ഡിഫറെന്റ് റേഡിയസിൽ ആയിട്ട്. ഓക്കെ, അപ്പോൾ അതിന് പറയുന്ന പേരാണ് റേഡിയൽ എന്ന്. ഇനി കൺജോയിന്റ് ഉണ്ട്. കൺജോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇൻ കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിൽ ദ സൈലം ആൻഡ് ഫ്ലോയം, ഒരു കാര്യം കൂടി ഉണ്ട്. റേഡിയൽ ഇതിലെ കാണപ്പെടുക റൂട്ടിലാണ്. സോ ഇത് നമ്മൾ എന്ത് ചെയ്യണം, പലപ്പോഴും നമുക്ക് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതൊരു കോഡ് വേർഡിലൂടെ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കണം. അതായത് ഇത്രയേ ഉള്ളൂ. റേഡിയൽ ഫോർ റൂട്ട് അങ്ങനെ പഠിച്ചാൽ മതി. റേഡിയൽ ഫോർ റൂട്ട് 6 സോ 6 റേഡിയല് 6 റൂട്ട്. ഓക്കെ, പിന്നെ റേഡിയൽ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് റേഡിയസ് ആയിരിക്കും ഇൻ ആൾട്ടർനേറ്റീവ് മാനർ. Okay. Conjoint type of vascular bundles, the xylem and phloem jointly situated along the same radius of vascular bundles, such as vascular bundles are common in stems and leaves. The conjoint vascular bundles are usually have phloems located only on the outer side of the xylem. ഇതാണ് കൺജോയിന്റ് ക്ലോസ്ഡ്, ഇത് കൺജോയിന്റ് ഓപ്പൺ. ഓക്കെ, നമുക്ക് ഇതും തമ്മിൽ ഒന്ന് എന്ത് ചെയ്യാം, ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ പറയുന്ന ഒരു കാര്യമാണ്, റേഡി
കൺജോയിന്റ് വാസ്കുലർ ബണ്ടിലിന്റെ പ്രത്യേകതയാണ് എന്ത്? ഡിഫറെന്റ് ആയിട്ടുള്ള മാനറിലാണ് അവർ ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. എന്നാൽ കൺജോയിന്റ് വാസ്കുലർ ബണ്ടിൽ സിസ്റ്റത്തിൽ ഇവരെന്ത് ചെയ്യും? ഇങ്ങനെ ഒരുമിച്ചിട്ടായിരിക്കും, അവർക്ക് സെയിം റേഡിയസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സെയിം റേഡിയസ് ഓഫ് മാനർ ആയിരിക്കും, ഒരു കൃത്യതയോട് കൂടിയായിരിക്കും. അതേപോലെ ഫ്ലോയും പുറത്തും സൈലം ഉള്ളിലേക്കും വരുന്ന രീതിയിലായിരിക്കും അറേഞ്ച്മെന്റ് ഉണ്ടാവുക. അത് എവിടെയാണ്? സ്റ്റെം ആൻഡ് ലീവ്സിലാണ് അതെന്തുണ്ടാവുക? സ്റ്റെം ആൻഡ് ലീവ്സിൽ അതെന്ത് ചെയ്യും? കാണപ്പെടും. ഓക്കെ. അതുപോലെ ഫ്ലോയം ലൊക്കേറ്റഡ് ഓൺലി ഓൺ ദി ഔട്ടർ സൈഡ് ഓഫ് ദി സൈലം. സൈലത്തിന്റെ പുറം പാളിയിലായിരിക്കും. ഫ്ലോയം ലൊക്കേറ്റഡ് ഓൺലി ഓൺ ദി സൈലത്തിന്റെ പുറം പാളിയിലാണ് ഫ്ലോയം ലൊക്കേറ്റഡ് ആയിട്ട്. Next, anatomy of dicotyledonous and monocotyledonous plants. For a better understanding the tissues, organization of roots, the stems and leaves, it is convenient to study the transverse section of the mature zones of the soil. Dicotyledonous റൂട്ടിനെ പറ്റി ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. ഡൈക്കോട്ടിലിനസ് റൂട്ടിൽ എന്തൊക്കെയുണ്ട്? ദ ഔട്ടർമോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് എപ്പിബ്ലമ്മയാണ്. ദ ഔട്ടർമോസ്റ്റ് ലെയർ എപ്പിബ്ലമ്മ. മെനി ഓഫ് ദ സെൽ of epiblema protrude the form of unicellular root hairs. ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? The outermost layer is epiblema. The outermost layer is epiblema. Okay. ഔട്ടർമോസ്റ്റ് ലെയർ എന്താണ്? എപ്പിബ്ലമ്മയാണ്. The outermost ലെയറിനെ പറയുന്ന പേര് എപ്പിബ്ലമ്മ. Many of the cells of the epiblema protrude in the form of unicellular root hairs. ഈ എപ്പിബ്ലമ്മ സെല്ലുകൾ എന്ത് ചെയ്യും? ഈ ഔട്ടർമോസ്റ്റ് ലെയറിനെ പറയുന്ന പേരാണല്ലോ എപ്പിബ്ലമ്മ എന്ന് പറയുന്നത്. ഈ എപ്പിബ്ലമ്മയിൽ പല എപ്പിബ്ലമ്മകളും കണ്ടില്ല. ഈ എപ്പിബ്ലമ്മയുടെ ഇതിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്രൂഡിന്റെ അർത്ഥം എന്താണ്? പ്രൊട്രൂഡ് എന്ന് പറഞ്ഞാൽ പൊട്ടി മുളച്ചു വരിക എന്നാണ് അർത്ഥം, അതിന്റെ ഒരു അർത്ഥം. ഈ പ്രൊട്രൂഡ് ഇവിടെ എന്താണ്? ഈ എപ്പിബ്ലമ്മ എന്ത് ചെയ്യുന്നത്? ഇത് പ്രൊട്രൂഡ് ലൈക്ക് ആസ് റൂട്ട് ഹെയറിനെ പോലെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് പൊട്ടിമുളച്ച് ഈ എപ്പിബ്ലമ്മയിൽ നിന്ന് വരുന്നുണ്ട്. അതാണ് ഫസ്റ്റ് സെന്റൻസിൽ പറഞ്ഞത്. അതെന്തായിരിക്കും? യൂണിസെല്ലുലാർ റൂട്ട് ഹെയർസ് ആയിരിക്കും. The cortex consists of several layers in thin-walled parenchyma cells. The cortex consists of several layers of thin-walled, thick-walled അല്ല, thin-walled parenchyma. Parenchyma എന്ന് പറഞ്ഞാൽ എന്താണ്? thin-walled ആണ്. അത് ആദ്യം മനസ്സിലാക്കുക. അതിന്റെ ബേസിൽ അതിന്റെ ചെറിയ പ്രശ്നം ഉണ്ടാവും. എനിവേ thin-walled ആയിരിക്കും parenchyma എന്ന് ആദ്യം മനസ്സിലാക്കുക. കോർട്ടെക്സിൽ എന്താണുള്ളത്? thin-walled parenchymatous cells ആണ് കോർട്ടെക്സിൽ ഉണ്ടാവുക. ഇത് നമുക്ക് ഡയഗ്രാം നോക്കിയാൽ തന്നെ അതിൻ്റെയും കൃത്യം അതെല്ലാം ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യണം? അത് രേഖപ്പെടുത്തി വെക്കുക. അത് നല്ലതായിരിക്കും, ഇൻ മൈ ഒപ്പീനിയൻ, ഇൻ മൈ എക്സ്പീരിയൻസ്. തിൻ വാൾഡ് പാരൻകൈമ സെൽസ് വിത്ത് ഇൻട്രസെല്ലുലാർ സ്പേസസ്. ഇതാണ് പാരൻകൈമ സെൽസ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാരൻകൈമ സെൽസ് എന്താണ്. പാരൻകൈമ സെൽസിന്റെ ഐസോഡയമെട്രിക് ഷേപ്പാണിത്. ചിലത് ഓവൽ ആയിരിക്കും, ചിലത് എന്തായിരിക്കും? ത്രികോണാകൃതിയിലേക്ക് മാറും, ഹെക്സഗണൽ പോളിഗണലൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടാവും. അതുപോലെ ചിലത് വലുതായിരിക്കും, ചിലത് ചെറുതായിരിക്കും. അങ്ങനെ ഇതാണ് ഐസോഡയമെട്രിക് ഷേപ്പ്. ഇതിന്റെ ഇടയിൽ കണ്ടോ, രണ്ട് സെല്ലുകൾക്കിടയിൽ ഈ ഒരു പൊസിഷൻ ഉണ്ടോ, ഈ ഒരു ഭാഗം, ഇതാണ് ഇന്റർസെല്ലുലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇന്റർസെല്ലുലാർ മെട്രിക്സ് അത് ഇന്റർസെല്ലുലാർ സ്പേസസ് എന്ന് പറയുന്നത്. The innermost layer of the cortex is called endodermis. The innermost layer of cortex. Innermost layer of cortex എവിടെ വരും? എവിടെ വരും? ഇതാണ് innermost layer of cortex. ഇതാണ് innermost layer of cortex. അതിനെ പറയുന്ന പേര് endodermis. അപ്പൊ എന്താണ് endodermis? What is endodermis?
innermost layer of cortex. Okay. It comprises a single layer of barrel-shaped cells without any intracellular spaces. അതായത് നമുക്ക് ഈ സെല്ലുകളുടെ ഈ പിക്ചർ ബൈഹാർട്ടാക്കിയാൽ മതി, മനസ്സിലായോ? എന്നാൽ നമുക്ക് ഈ ഒരു പാരഗ്രാഫ് മൊത്തം ബൈഹാർട്ടാക്കി നിർത്താം. നോക്കി, ഈ ഇതാണ് എൻഡോഡെർമിസ് എന്ന് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ എൻഡോഡെർമിസിന്റെ സ്പെഷ്യലൈസ് പ്രത്യേകതകൾ എന്തെല്ലാമെന്ന് നമുക്ക് ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ബാരൽ ഷേപ്പ്ഡ് സെല്ലുകൾ, ബാരലിനെ മാറിയാണ് ബാരൽ ഷേപ്പ്ഡ് സെല്ലുകൾ. ഓക്കെ, വിത്ത് നോ ഇന്റർസെല്ലുലാർ സ്പേസസ്. ഈ കോർട്ടക്സിന്റെ ഇന്നർമോസ്റ്റ് പ്രദേശമാണ് ഈ എൻഡോഡെർം പ്രദേശം. ആ ഒരു ഭാഗത്ത് എന്തില്ല, ഇന്റർസെല്ലുലാർ സ്പേസസുകൾ അവൈലബിൾ അല്ല. അവർ ബാരൽ ഷേപ്പറാണ് എന്നിവ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇറ്റ് കംപ്രൈസസ് the tangential as well as radial walls of the endodermal cells have a deposition of water impermeable waxy material suberin in the form of Casparian strips. Casparian strips എവിടെയായിട്ട് വരും? Okay, Casparian strip the tangential as well as the radial walls of the endodermal cells have a deposition of water impermeable waxy material suberin in the form of Casparian strips. എൻഡോഡെർമൽ സെല്ലുകളുടെ അടുത്ത് റേഡിയൽ വാൾസ് ടാൻജൻഷ്യൽ ആയിട്ടും റേഡിയൽ ആയിട്ടുണ്ട്. എനിവേ അവിടെ എന്തുണ്ട്, ഒരു വാട്ടർ ഇംപെർമിയബിൾ വാക്സി മെറ്റീരിയലിന്റെ ഡെപ്പോസിഷൻ ഉണ്ട് ഇൻ ദ ഫോം ഓഫ് കാസ്പേരിയൻ സ്ട്രിപ്സ്. ഓക്കെ, നെക്സ്റ്റ് ടു എൻഡോഡെർമിസ് lies on a few layers of thick-walled parenchyma cells referred to as പെരിസൈക്കിൾ. എന്താണ് പെരിസൈക്കിൾ? പെരിസൈക്കിൾ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, എന്താണ് പെരിസൈക്കിളിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നെക്സ്റ്റ് ടു എൻഡോഡെർമിസ്. എൻഡോഡെർമിസ് എന്ന് പറയുന്നത് ഈ ഒരു പ്രദേശമാണ്. സോ എൻഡോഡെർമിസിനോട് അടുത്തുള്ള ഈ ഒരു ഭാഗമാണ് എന്ത് പെരിസൈക്കിൾ. തിക്ക് വാൾഡ് ആണ്. ഈ വാള് നമുക്ക് മനസ്സിലാക്കുന്നത് തിക്ക് വാൾഡ് സെൽസുകളാണ്. അതേപോലെ തന്നെ തിക്ക് വാൾഡ് പാരൻകൈമാറ്റ സെൽസ് ആയിരിക്കും പെരിസൈക്കിൾ. തിൻ വാൾഡ് പാരൻകൈമാറ്റ സെൽസ് ആണ് എപ്പിബ്ലമ്മ അല്ലെങ്കിൽ ഈ ഒരു കോർട്ടക്സിലൊക്കെ ഉള്ളത്. എനിവേ തിക്ക് വാൾഡ് പാരൻകൈമാറ്റ സെൽസ് നമുക്ക് അവിടെ കാണാൻ പറ്റും, പെരിസൈക്കിൾ ഭാഗത്ത് കാണാൻ പറ്റും. അവിടെ എന്താണ് തിക്ക് വാൾഡ് പാരൻകൈമാറ്റ സെൽസ്. The parenchyma cells, the initiation of lateral roots and vascular cambium during the secondary growth takes place in these cells. Initiation of lateral റൂട്ട്സിന്റെ ഇനീഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മുളച്ച് വരിക, അതിനുള്ള പിന്തുണ ഉണ്ടാവുക, അത് വരുന്ന ഒരു ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇനീഷിയേഷൻ ഓഫ് ലാറ്ററൽ ആയിട്ട് വരുന്ന റൂട്ടുകളുടെ ഇനീഷിയേഷൻ പോയിന്റ് എന്ന് പറയുന്നത് വാസ്കുലർ കാമ്പിയം ഡ്യൂറിംഗ് ദ സെക്കൻഡറി ഗ്രോത്ത് ടേക്സ് പ്ലേസ് ഇൻ ദീസ് സെൽസ്. ഈ സെല്ലുകളിൽ എന്തുണ്ടാവും? സെക്കൻഡറി ഗ്രോത്ത് ഉണ്ടാവും. സോ ആ സെക്കൻഡറി ഗ്രോത്ത് ഉണ്ടാവുമ്പോൾ നമുക്കറിയാം വാസ്കുലർ കാമ്പിയം ഓപ്പണിൽ എന്തുണ്ടാവും? സൈലവും ഫ്ലോയവും തമ്മിൽ കാമ്പിയത്തിൽ എന്തുണ്ടാവും? സെക്കൻഡറി ഗ്രോത്ത് സൈലവും ഫ്ലോയവും ഉണ്ടാവും. സോ അപ്പോ ഇനീഷ്യേറ്റ് ചെയ്യുന്നതാണ് ലാറ്ററൽ ആയിട്ട് ഇനീഷ്യേഷൻ ആവുന്നതാണ് ലാറ്ററൽ റൂട്ടുകൾ. ഓക്കെ ആസ് ഫോർ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ഒരിക്കൽ കൂടി എന്ത് ചെയ്യാം, അത് ഡയഗ്രാം വെച്ച് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് റൂട്ടുകളെ കുറിച്ചിട്ടാണ്, ഡൈക്കോട്ട് റൂട്ടുകളുടെ സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഡൈക്കോട്ട് റൂട്ട് എന്ന് പറയുമ്പോൾ
ഇതിപ്പോൾ ഒരു മരം, അതിന് 3 റൂട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കൊടുക്കാം. ഓക്കെ, സോറി 4 റൂട്ട് കൊടുക്കാം. ഈ ഒരു റൂട്ടിൻ്റെ ഉള്ളിലുള്ള അതിനെ ഡൈസെക്റ്റ് ചെയ്തിട്ടുള്ള പിക്ചറാണ് നിങ്ങൾ എവിടെ കണ്ടത്? ടെക്സ്റ്റിൽ കണ്ടത്. സോ ഇതാണ് മെയിൻ ആയിട്ടുള്ള പ്രൈമറി റൂട്ട് എന്ന് പറയാം. ഈ പ്രൈമറി റൂട്ടിനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് എന്ത് വരും? കുറച്ച് കഴിഞ്ഞാൽ ലാറ്ററൽ റൂട്ടുകൾ കൂടി ഫോം ചെയ്യും. ഇതിനനുബന്ധിച്ചിട്ട് ലാറ്ററൽ റൂട്ടുകൾ എന്ത് ചെയ്യും? ഫോം ചെയ്യും. ഇതിന് പിന്നെയും ലാറ്ററൽ റൂട്ടുകളായിട്ട് ഇങ്ങനെയും വരും. ഇവർ പിന്നെ അങ്ങനെ റൂട്ടുകളായിട്ട്, നിങ്ങൾക്കറിയാലോ ഒരു വേരെടുത്താൽ അതിന് പിന്നെയും ബ്രാഞ്ചുകൾ ഉണ്ടാവും. സോ ഈ ബ്രാഞ്ചുകൾ വരുന്നത് ഇവിടെ നിന്നാണ് എന്നാണ് ചോദിച്ചിരുന്നത്. ഓക്കെ, ഇവിടെ നിന്നാണ് അവിടെ പറഞ്ഞത്. ആ ബ്രാഞ്ചുകൾ വരുന്നത് ഇനീഷ്യേഷൻ ഓഫ് ലാറ്ററൽ റൂട്ട്സ് ആൻഡ് വാസ്കുലർ കാമ്പിയം ഡ്യൂറിങ് ദ സെക്കൻഡറി ഗ്രോത്ത് ടേക്സ് പ്ലേസ് ഇൻ സെൽസ്. ഈ കോശങ്ങളിൽ സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്ന സമയത്താണ് അത് എന്ത് ചെയ്യുന്നത്, ഉണ്ടായി വരുന്നത്. ഓക്കെ. The pith is small and or inconspicuous. അതായത് വളരെയധികം ചെറിയതായിരിക്കും എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. പിത്ത് എന്താണ്? സ്മോൾ ആൻഡ് ഓർ ഇൻകൺസ്പിക്വസ് the parenchyma cells which lie between the xylem and phloem. It's called conjunctive cells. ഓക്കെ, ഈ 2 സെല്ലുകളും തമ്മിൽ ഒന്ന് നോക്കൂ. അതിൻ്റെ പിത്ത് ഇരിക്കുന്ന പ്രദേശം എന്തായിരിക്കും? ഇതിൻ്റെത് സ്മോൾ ആയിരിക്കും. ഇതിൻ്റെ ഈ പിത്ത് പ്രദേശം എന്താണ്? സ്മോൾ ആണ്, ഇൻകൺസ്പീക്യസ് ആണ്. ഓക്കെ. സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഉള്ളിലുള്ള ഈ പ്രദേശം കൺജക്റ്റീവ് സെല്ലുകളുടെ പ്രദേശം, ടിഷ്യൂ. There are usually 2 or 4 xylem and phloem patches. ഇവിടെ എന്തുണ്ട്? 2 to 4 xylem and phloem patches ഉണ്ടാവും എന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. പുസ്തകം കൃത്യമായിട്ട് ലൈൻ ബൈ ലൈൻ നോക്കുക, ഈ ഫിഗർ നോക്കുക. ശരിയാണ്, ഇവിടെ 4 xylem phloem patches ഉണ്ട്. സോ അതിന് നമുക്ക് എന്ത് പറയാം? ഡൈക്കോട്ട് റൂട്ടിന്റെ സ്ട്രക്ചറാണെന്ന് നമുക്കിത് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ ഒരു ഹിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇവിടെ എന്തുണ്ട്? 2 to 4 പാച്ചസ് ഉണ്ടായിരിക്കുന്നുള്ളൂ. എന്നാൽ മോണോകോട്ട് റൂട്ടിന്റെ പാച്ചസ് നോക്കൂ, 1, 2, 3, 4, 5, 6, 7, 8. അതായത് മൾട്ടിപ്പിൾ 4 മോർ ദാൻ 4 വരുമ്പോൾ അതിൻ്റെയും മോണോകോട്ട് റൂട്ട് ആണെന്ന് നമുക്ക് ഡിസ്റ്റിങ്ഷ് ചെയ്യാൻ പറ്റും. സോ ഫ്രം ദിസ് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴും വരുന്നതാണ് ഈ 2 സ്ട്രക്ചറും കൊടുത്തിട്ട് ഏതാണ് മോണോക്കോട്ട് ഏതാണ് ഡൈക്കോട്ട് എന്ന് ചോദിച്ചാൽ അത് സിമ്പിളാണ് കണ്ടുപിടിക്കാൻ. അത് പലരും കഷ്ടപ്പെടുന്നത് കാണാം, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഫിഗറുകളാവുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലിരിക്കുകയും ചെയ്യും. സോ അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് നമുക്ക് ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, there are usually 2. Okay, anyway, later a cambium ring develops between the xylem. സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയിൽ പിന്നീട് എന്താവും? ഒരു കാമ്പിയം എന്ത് ചെയ്യും? ഉണ്ടാകും. നമുക്കറിയാം അത് ഡൈക്കോട്ട് ആയിട്ടുള്ള റൂട്ടുകളിൽ അതുണ്ടാവും, അറിയാം. ഓൾ ടിഷ്യൂസ് ഓൺ ദ ഇന്നർ സൈഡ് ഓഫ് ദ എൻഡോഡെർമിസ്. എൻഡോഡെർമിസിന്റെ ഉള്ളിൽ ഓൾ ടിഷ്യൂസ് ഓൺ ദ ഇന്നർ സൈഡ് ഓഫ് ദ എൻഡോഡെർമിസ് സച്ച് ആസ് പെരിസൈക്കിൾ, വാസ്കുലർ ബണ്ടിൽസ് ആൻഡ് പിത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് സ്റ്റീൽ. സ്റ്റീൽ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ഇതിങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. All tissues on the inner side of the endodermis such as pericycle, vascular bundles and pith constitute the steel. ഓക്കെ, അതിന് ഡയഗ്രത്തിൽ നോക്കിയിട്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഡയഗ്രത്തിൽ നോക്കിയിട്ട് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് അവിടെ പറയുന്നത്? ഓക്കെ, ഓൾ ടിഷ്യൂസ് ഓൺ ദ ഇന്നർ സൈഡ് ഓഫ് ദി എൻഡോഡെർമിസ്. എൻഡോഡെർമിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് എൻഡോഡെർമിസ്. ഓക്കെ,
ബാരൽ ഷേപ്ഡ് സെല്ലുകളാണ്. ഈ എന്താണ് കോമ്പാക്ട്ലി അറേഞ്ച്ഡ് നോ ഇന്റർസെല്ലുലാർ സ്പീസസ്. സോ ഇതിനുള്ളിലുള്ള എന്താണ് സ്റ്റീൽ? ഇതിനുള്ളിലുള്ള ഈ എൻഡോഡെർമിസിനുള്ളിലുള്ള ഈ ഒരു ഭാഗം, ഇതിനെയാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെരിസൈക്കിൾ പ്രദേശം. എവിടെയാണ് പെരിസൈക്കിൾ ഭാഗം? ഇതാണ് പെരിസൈക്കിൾ ഭാഗം. ഓൾസോ വാസ്കുലാർ ബണ്ടിൽ. ഇതാണ് വാസ്കുലാർ ബണ്ടിൽസ്. ആൻഡ് പിത്ത് എന്ന് പറയുന്ന ഈ ചെറിയൊരു ഇൻകൺസ്പീക്കസ് സ്മോൾ പാർട്ട്, ഇതിനെ പറയുന്ന പേരാണ് പെരിസൈക്കിൾ. അതിനെ പറയുന്ന പേരാണ് പെരിസൈക്കിൾ. ഓക്കെ, എനിവേ നിങ്ങൾ എല്ലാവരും ഒന്ന് ആ ഫിഗർ നന്നായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? വായിക്കുക. ആ പാരഗ്രാഫ് വായിക്കുന്നതോടൊപ്പം തന്നെ ആ ഫിഗർ നന്നായിട്ട് എന്ത് ചെയ്യാം? അനലൈസ് ചെയ്തിട്ട് പഠിക്കണം. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് ഈ ഫിഗറുള്ള പോർഷനുകൾ എന്തായിട്ടും സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. കോൺഫിഡൻറ്റോടെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇവിടെ ഈ പാഠത്തിൽ വരുന്ന ഒരു പ്രശ്നം എന്തെന്ന് പറയുന്നത് വെച്ചാൽ, നമുക്ക് കോൺഫിഡൻസ് കുറവുണ്ടാവും. ഉത്തരം ടിക്ക് ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് കുറവുണ്ടാവും. ആ കോൺഫിഡൻസ് കുറവ് വരാൻ കാരണം ഇതാണോ അതാണോ, സൈലമാണോ ഫ്ലോയമാണോ, അല്ലെങ്കിൽ തിക്കാണോ തിന്നാണോ, അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ ഡിസിമിലാരിറ്റീസ് ഇവർ തമ്മിലുണ്ടാവുള്ളൂ. സോ അതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ ഈ സ്ട്രക്ചറും അതോടൊപ്പം തന്നെ ആ പാരഗ്രാഫും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യുക? അനലൈസ് ചെയ്ത് പോയി പഠിക്കുക. അങ്ങനെയുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നന്നായിട്ട് എക്സാമിൽ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് monocot root. The anatomy of the monocot root is similar to the dicot root as many respects. It has epidermis, cortex, endodermis, pericycle, vascular bundles, and pith. As compared to the dicot root, which have fewer xylem bundles, there are usually more than 6, which means polyarc xylem bundles in the monocot roots. Polyarc xylem phloem bundles ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മോണോകോട്ട് റൂട്ടുകളിലാണ്. ഇതാണ്. ഓക്കെ, ഇവിടെ എത്രണ്ണേ ഉള്ളൂ? 4 ഉള്ളൂ. ഞങ്ങൾ നേരത്തെ പറഞ്ഞു 2 to 4 അവിടെ ഉണ്ടാവുള്ളൂ. എന്നാൽ ഇവിടെയാണെങ്കിൽ പോളി ആർക്കാണ്. ഇത് ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. പോളി ആർക്ക് പഠിച്ചിട്ടുള്ളൂ. 6 അഥവാ പോളി ആർക്ക് ബണ്ടിൽസ് ഉണ്ടാവും. ദ പിത്ത് ഈസ് ലാർജ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പിത്ത് ലാർജ് ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ലാർജ് ആണ് ഇവിടുത്തെ പിത്ത്. ഇവിടെ എന്താണ്? പിത്ത് അത്ര വലിയ ലാർജ് അല്ല. ഓക്കെ, അവിടെ കൺസ്പീക്കസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ വെൽ ഡെവലപ്ഡ് പിത്ത് എവിടെയാണുള്ളത്? ഇതും എന്ത് ചെയ്യണം? ഒരു മെയിൻ നോട്ടാണ്. പിത്ത് ഈസ് ലാർജ് ആൻഡ് വെൽ ഡെവലപ്ഡ് എവിടെയാണ്? അത് മോണോകോട്ട് റൂട്ടിലാണ്. എന്നാൽ പിത്ത് സ്മോൾ ആൻഡ് ഇൻകൺസ്പീക്കസ് എവിടെയാണ്? അത് ഡൈക്കോട്ട് റൂട്ടിലാണ്. മോണോകോട്ട് റൂട്ട്സ് ഡു നോട്ട് അണ്ടർഗോ എനി സെക്കൻഡറി ഗ്രോത്ത്. മോണോകോട്ട് റൂട്ട് എന്തില്ല? സെക്കൻഡറി ഗ്രോത്തിന് വിധേയമാകുന്നില്ല. അവിടെ ഡൈക്കോട്ട് റൂട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സെക്കൻഡറി ഗ്രോത്തിന് വിധേയമാവുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ലാറ്ററൽ റൂട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇനിഷ്യേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ വരുന്ന ലാറ്ററൽ റൂട്ടുകളിൽ വരുന്ന സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ്? കോർട്ടക്സിനോട് അടുത്തുള്ള കൺജങ്ക്റ്റീവ് ടിഷ്യൂവിൽ നിന്നാണ് എന്ത് വരുന്നത്? ഈ സൈലവും ഫ്ലോയവും തമ്മിൽ ഉള്ള ഇനീഷ്യേഷൻ ഓഫ് ലാറ്ററൽ റൂട്ട്സ് ആൻഡ് വാസ്കുലർ കാമ്പിയം ഡ്യൂറിംഗ് സെക്കൻഡറി ഗ്രോത്ത് ടേക്സ് പ്ലേസ് ഇൻ ദീസ് സെൽസ്. അതായത് ഡൈക്കോട്ട് റൂട്ടുകളിൽ സെക്കൻഡറി ഗ്രോത്ത് നടക്കുമ്പോൾ എന്ത് വരുന്നുണ്ട്? ലാറ്ററൽ റൂട്ടിന്റെ ഇനീഷ്യേഷൻ നടക്കുന്നുണ്ട്. അത് അപ്പോഴാണ് നടക്കുന്നത്. എന്നാലോ മോണോകോട്ട് റൂട്ടുകളിൽ സെക്കൻഡറി ഗ്രോത്ത് സംഭവിക്കുന്നില്ല. അപ്പോൾ അവിടെ എന്തുണ്ടാവില്ല? ലാറ്ററൽ റൂട്ടുകളും അവിടെ ഉണ്ടാവില്ല. ഓക്കെ, കൺക്ലൂഡ് ആയില്ലേ? നെക്സ്റ്റ് ഡൈക്കോട്ടിലസ് സ്റ്റെമ്മിനെ കുറിച്ചിട്ടാണ് ഇനി പഠിക്കാൻ പോകുന്നത്. സ്റ്റെമ്മും മോണോകോട്ട് സ്റ്റെമ്മും കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ലീഫും കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. സിമ്പിൾ. ഇനി ഡൈക്കോട്ടിലസ് സ്റ്റെമ്മിനെ കുറിച്ചുള്ള
ഭാഗമാണ് ഇനിയുള്ളത്. The transverse section of a typical young dichordal stem shows that the epidermis is the outermost protective layer of the stem. എപ്പിഡെർമിസ് ആണ് ഔട്ടർമോസ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് എ സ്റ്റെം. ഓക്കെ, ഇതാണ് എപ്പിഡെർമിസ് ആയിട്ടുള്ള. ഇതെന്താണ് എപ്പിഡെർമിസ്? എന്താണ്? പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ലെയർ ആണ് അല്ലെ? പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ലെയർ ആണ്. ഇറ്റ് മേ ബിയർ ട്രൈക്കോംസ് ആൻഡ് ഫ്യൂ സ്റ്റൊമാറ്റ. അതെന്ത് ചെയ്യുന്നുണ്ട്? ട്രൈക്കോമുകളെയും അതുപോലെ ഫ്യൂ സ്റ്റൊമാറ്റകളെയും എന്ത് ചെയ്യുന്നുണ്ട്? അതിലുണ്ട്. ഇതാണ് ട്രൈക്കോംസ്. കണ്ട, ട്രൈക്കോംസ്, അല്ലെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം? എപ്പിഡെർമൽ ഹെയർ എന്ന് വിളിക്കാം. അതാണ് ട്രൈക്കോംസ്. ഓക്കെ, ട്രൈക്കോംസ് ഇത് വരുന്നത് ഇവിടുന്നാണ്. ഈ സെൽസുകളെ പറയുന്ന പേരാണ് ക്യൂട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇറ്റ് മേ ബിയർ എന്ത് ട്രൈക്കോംസ് ആൻഡ് ഫ്യൂ സ്റ്റൊമാറ്റ എന്ത് thin layer of cuticle of the epidermal hair cells. Okay, the cells arranged in multiple layers between the epidermis and the pericycle constitute the cortex. പെരിസൈക്കിളിന്റെയും എപ്പിഡെർമിസിന്റെയും അല്ലെ എപ്പിഡെർമിസിന്റെയും പെരിസൈക്കിളിന്റെയും ഇടയിലുള്ള ഭാഗം എന്താണ്? കോർട്ടെക്സ് എന്നാണ് നമ്മൾ വിളിക്കുക. അതായത് ഈ എപ്പിഡെർമിസിന്റെയും പെരിസൈക്കിളിന്റെയും ഇടയിലുള്ള ഈ ഭാഗത്ത് നമുക്ക് കോർട്ടെക്സ് എന്ന് വിശേഷിപ്പിക്കാം. എനിവേ, ഈ ഭാഗം വരുന്ന ഭാഗമാണ് കോർട്ടെക്സ്. എപ്പിഡെർമിസിന്റെയും പെരിസൈക്കിളിന്റെയും ഇടയിൽ വരുന്ന ഭാഗം കോളൻ കൈമ, പാരൻ കൈമ, എൻഡോഡെർമിസ് അടക്കം വരുന്ന ഭാഗമാണ്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? കോർട്ടെക്സിൽ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. ഓഫ് ഇതിന്റെ ഡൈക്കോട്ടിലസ് സ്റ്റെമ്മിന്റെ അതുകൂടി മനസ്സിലാക്കുക. ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എപ്പിഡെർമിസ്, ഹൈപ്പോഡെർമിസ്, പാരൻകൈമ, എൻഡോഡെർമിസ്, പെരിസൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഫിഗറിൽ നന്നായിട്ട് എന്ത് ചെയ്യുക? ഫിഗർ നന്നായിട്ട് ബൈഹാർട്ടാക്കാൻ നോക്കുക. ഫിഗർ നന്നായിട്ട് എന്ത് ചെയ്യാം? നമ്മൾ കണ്ട് അത് എന്ത് ചെയ്യാം? മനസ്സിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ്. നമുക്കത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്. It consists of three subzones. The outer hypodermis. Outer hypodermis. Okay, and the consists of a few layer of colon cells just below the epidermis. Colon cells in the ഉണ്ട്. Okay, just below the epidermis. Yes, colon just below the എപ്പിഡെർമിസിലെ താഴെ ജസ്റ്റ് ബിലോ ആണ്. ഓക്കെ, ജസ്റ്റ് ബിലോ ദി എപ്പിഡെർമിസ് എന്താണ്? കോളൻ കൈമയാണ്. ഓക്കെ, which provide the mechanical strength of the young stem. അതെന്ത് ചെയ്യുന്നുണ്ട്? ഒരു മുതിർന്ന ഒരു സ്റ്റെമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആര്? ഈ കോളൻ കൈമ എന്ന് പറയുന്ന കോളൻ കൈമാറ്റസ് സെൽസ്. അപ്പോ ക്വസ്റ്റ്യൻ വരാം, എന്തുകൊണ്ടാണ് കോളൻ കൈമാറ്റസ് സെൽസ് ഡൈക്കോട്ടിലസ് സ്റ്റെംസിന്റെ കോർട്ടെക്സ് ഭാഗത്തുണ്ട്? സോ വാട്ട് ആർ ദ ഫങ്ഷൻ ഓഫ് ദ കോളൻ കൈമാറ്റസ് സെൽസ് പ്രസന്റ് ഇൻ കോർട്ടെക്സ് റീജിയൻ ഓഫ് ഡൈക്കോട്ടിലസ് സ്റ്റെംസ് എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? കോളൻ കൈമാറ്റസ് സെൽസ് പ്രൊവൈഡ് the strength, the mechanical strength of the young stem. The cortical layer below hypodermis consists of rounded, thin-walled parenchymatous cells. നോക്കൂ, കോർട്ടിക്കൽ ലെയർ ബിലോ ദി ഹൈപ്പോഡെർമിസിന് തൊട്ട് താഴെയുള്ള കോർട്ടിക്കൽ ലെയർ. ഓക്കെ, കോർട്ടിക്കൽ ലെയർ ബിലോ ദി ഹൈപ്പോഡെർമിസ് കൺസിസ്റ്റ് ഓഫ് എ റൗണ്ട്, thin-walled parenchymatous cells. പാരൻകൈമാറ്റസ് സെൽസ്. ഓക്കെ, റൗണ്ട് ആയിട്ടുള്ള തിൻ വാൾഡ് പാരൻകൈമാറ്റസ് സെൽസ് ഉണ്ട്. ഓക്കെ, അത് എന്തിനാണ് ഉള്ളത് നോക്കൂ. വിത്ത് കൺസ്പീഷ്യസ് ഇന്റർസെല്ലുലർ സ്പേസസ്. അവിടെ എന്താണ്? ഇല്ല. അത് ഇന്റർസെല്ലുലർ സ്പേസസ് അവിടെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റും. ഓക്കെ, ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് ദ കോർട്ടെക്സ് ഇസ് കോൾഡ് എൻഡോഡെർമിസ്. ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് കോർട്ടെക്സ് എന്നതാണ്? എൻഡോഡെർമിസ് ആണ്. The cells of the endodermis are rich in starch grains and the layer is referred to as starch sheath. ഇതൊരു എന്താണ്? സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ വരാം. എനിവേ, അതിൽ ആ ഒരു പാർട്ട് എന്ത് ചെയ്യാം? നല്ല അത്യാവശ്യം എന്തുള്ളതാണ്? ഇമ്പോർട്ടൻസ് ഉള്ള സംഭവമാണ്. ദ സെൽസ് ഓഫ് ദി എൻഡോഡെർമിസ് റിച്ച്. ഓക്കെ,
The cells of the endodermis are rich in starch grains and the layer is also referred to as the starch sheath. എന്തുകൊണ്ട് അതിനെ സ്റ്റാർച്ച് ഷീത്ത് എന്ന് നമ്മൾ റെഫർ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ദ സെൽസ് ഓഫ് ദ എൻഡോഡെർമിസിലെ കോശങ്ങൾ എന്ന് പറയുന്നത് ആർ റിച്ച് ഇൻ സ്റ്റാർച്ച് ഗ്രെയിൻസ്. സ്റ്റാർച്ച് ഗ്രെയിൻസിലാൽ സമ്പന്നമാണ്. അത് ലെയർ ഇസ് ആൾസോ റെഫർ ടു അസ്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ സ്റ്റാർച്ച് ഷീത്ത് എന്ന് വിളിക്കുന്നു. അതായത് ലെയർ ഓഫ് ദി സെൽസ് ഓഫ് ദി, മനസ്സിലായല്ലോ സംഭവം? ഓക്കെ ഓക്കെ. എൻഡോഡെർമിസിന് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാർച്ച് ഷീത്ത്. എൻഡോഡെർമിസ് സ്റ്റാർച്ച് ഷീറ്റിനാൽ സമ്പന്നമായ കോശങ്ങളാണ് അവിടെ ഉള്ളത്. അതിനുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കും? എൻഡോഡെർമിസ് സെൽസിനെ നമ്മൾ വിളിക്കും റിച്ച് ഇൻ സ്റ്റാർച്ച് ഗ്രെയിൻസ്. സോ ദാറ്റ്സ് വൈ വി കോൾ സ്റ്റാർച്ച് ഷീറ്റ് എന്ന് നമ്മളതിനെ വിളിക്കും. സോ അതെന്തായാലും മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ്, പെരിസൈക്കിൾ ഈസ് പ്രസന്റ് ഓൺ ദ ഇന്നർ സൈഡ് ഓഫ് ദ എൻഡോഡെർമിസ്. പെരിസൈക്കിൾ എന്താണ്? ഇന്നർ സൈഡ് ഓഫ് ദി എൻഡോഡെർമിസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ സാധിക്കും. കണ്ടില്ലേ? പെരിസൈക്കിൾ ഇന്നർ സൈഡ് ഓഫ് ദി എൻഡോഡെർമിസ്. എൻഡോഡെർമിസ് ഇതാണ്, ഇതിനെ തൊട്ട് ഇന്നറായിക്കൊണ്ട് ഇത് നമ്മുടെ പെരിസൈക്കിൾ എന്ന് പ്രസന്റ് ആണ്. ആൻഡ് അബവ് ദ ഫ്ലോയം ഇൻ ദ ഫോം സെമി ലൂണർ പാച്ചസ് ഓഫ് സ്ക്ലിയറിൻകൈമ. അതേപോലെ തന്നെ ഫ്ലോയം ഉണ്ട്, അതേപോലെ സെമി ലൂണർ പാച്ചസ് ഓഫ് സ്ക്ലിയറിൻകൈമയും എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ പ്രസന്റ് ആണ്. ഇതൊക്കെ ഈ പാച്ചസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. ഓക്കെ, സെമി ലൂണർ പാച്ചസ്, സെമി ലൂണർ അല്ലേ ഈ ഷേപ്പാണ് സെമി ലൂണർ പാച്ചസ് ഓഫ് സ്ക്ലിയറിൻകൈമ. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ദ വാസ്കുലർ ബണ്ടിൽസ് there are few layers of radially placed parenchymatous cells. ഇൻ ബിറ്റ്വീൻ ആയിട്ട് എന്തുണ്ട്? പാരൻകൈമാറ്റസ് എന്തുണ്ട്? ഓക്കെ, ഇൻ ബിറ്റ്വീൻ ഫ്ലോയത്തിന്റെയും സൈലത്തിന്റെയും ഇടയിലായിട്ട് എന്തുണ്ട്? റേഡിയലി പ്ലേസ്ഡ് ആയിട്ടുള്ള പാരൻകൈമാറ്റസ് സെൽസ് ഉണ്ട്, വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ദ മെഡുലറി റേസ്. എ ലാർജ് നമ്പർ ഓഫ് വാസ്കുലർ ബണ്ടിൽസ് ആർ അറേഞ്ച്ഡ് ഇൻ എ റിംഗ്. ഓക്കെ, അത് ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ ഓക്കെ, yes. A large number of vascular bundles are arranged in a ring. The ring arrangement of vascular bundles is a characteristic of dicot stem. ഓക്കെ, അതൊരു മെയിൻ പോയിന്റ് ആണ്. അതെന്ത് ചെയ്യുന്നുണ്ട്? ഒരു മെയിൻ പോയിന്റ് ആണ്. അതൊന്ന് അടയാളപ്പെടുത്തുക ഏറ്റവും ബെറ്റർ ആണ്. A large number of vascular bundles arranged in a ring. The ring arrangement in vascular bundles is characteristic of ഡൈക്കോട്ട് സ്റ്റെം. അത് ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ചോദിച്ചാൽ, ഡിഫറൻഷിയേറ്റ് ആയിട്ട് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്കത് ടിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ അത് എന്ത് ചെയ്യാം? മനസ്സിലാക്കുക. ഓക്കെ, each vascular bundle is conjoined, open and with endark protoxylem. എല്ലാ വാസ്കുലർ ബണ്ടിലും എന്താണ്? നോക്കൂ, നിങ്ങൾ അതിലേക്ക് നോക്കൂ, ഫിഗർ നോക്കൂ. എന്താണ്? ബണ്ടിൽ ഈസ് കൺജോയിൻഡ്, ഓപ്പൺ ആണ്. എങ്ങനെ അത് ഓപ്പൺ ആയെന്ന് മനസ്സിലായി? യെസ്, ദ കാമ്പിയം വാസ് പ്രസന്റ് ഹിയർ. യെസ്, കാമ്പിയം അവിടെ എന്ത് പ്രസന്റ്? കാമ്പിയം ഈസ് പ്രസന്റ്. സോ ദിസ് ഈസ് എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. പിന്നെ എങ്ങനെ നമുക്ക് ഇതിനെ കൺജോയിന്റ് എന്ന് പറയാം? റേഡിയൽ ആയിക്കൂടെ? എന്തുകൊണ്ട് കൺജോയിന്റ് ആയി എന്ന് ചോദിച്ചാൽ, യെസ്, ഇവിടെ കാമ്പിയത്തോടനുബന്ധിച്ച് എന്തുണ്ട്? യെസ്, ഇത് ഓക്കെ, ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഇവിടെ എന്തുണ്ട്? ഫ്ലോയം ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ എന്തുണ്ട്? സൈലവും അതിന്റെ ജസ്റ്റ് ബിലോ ആയിട്ട് ഉണ്ട്. അത് എന്താണ്? ഒരേ സെയിം റേഡിയസിന്റെ അടിസ്ഥാനത്തിൽ, ഡിഫറെന്റ് റേഡിയ ആണെങ്കിൽ റേഡിയൽ ആയിരിക്കും. ഇത് സെയിം റേഡിയസിന്റെ അടിസ്ഥാനത്തിലാണ് ഉള്ളത്, ആൾട്ടർനേറ്റീവ് ആയിട്ടല്ല. സോ എന്താണ്? കൺജോയിന്റ് ആണ്. വെൽ കാമ്പിയ പ്രസന്റ് ആയതുകൊണ്ടാണ് ഇത് ഓപ്പൺ ആണ്. ഓക്കെ, നെക്സ്റ്റ്, എൻഡ് വിത്ത് എൻഡാർക്ക് പ്രോട്ടോസൈലം. എൻഡാർക്ക് പ്രോട്ടോസൈലം എന്ന് വെച്ചാൽ എന്താ? എൻഡാർക്ക് പ്രോട്ടോസൈലം. ഓക്കെ, എൻഡാർക്ക് പ്രോട്ടോസൈലം എന്ന് വെച്ചാൽ ജസ്റ്റ് ഫിഗർ വെച്ച് ഞാൻ പറഞ്ഞുതരാം. വലിയത് പുറത്തോട്ടും ചെറുത് ഉള്ളിലോട്ടും വരുന്ന ഒരു എന്താണ് അറേഞ്ച്മെന്റിനെ നമുക്ക് എൻഡാർക്ക് എന്ന് വിളിക്കാം. അതിൽ പ്രോട്ടോസൈലം ഇതായിരിക്കും, അത് ഉള്ളിലോട്ടും. മെറ്റാസൈലം ഫ്ലോയത്തിനോട് കാമ്പിയത്തിനോട് അടുത്തുമായിരിക്കും. സോ അതാണല്ലോ മെറ്റാസൈലം വലിയതും പ്രോട്ടോസൈലം. ഓക്കെ,
ഇതാണ് എൻഡാർക്ക് സിസ്റ്റം എന്ന് പറയാം. എക്സാർക്കും ഉണ്ട്, ഇതിന് നേർ വിപരീതമായിട്ട് എക്സാർക്കും. ദിസ് ഈസ് എന്താണ് എൻഡാർക്ക് സിസ്റ്റം ഓഫ് പ്രോട്ടോസൈലം. ഓക്കെ ഓക്കെ. A large number of rounded parenchymatous cells with large intercellular spaces which occupy the central portion of the stem constitute the pith. റൗണ്ടഡ് ആയിട്ടുള്ള പാരൻകൈമാറ്റസ് സെൽസിനെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, റൗണ്ടഡ് ആയിട്ടുള്ള മീൻസ് ആ റൗണ്ട് ഷേപ്പ് കൃത്യമായിട്ടുണ്ട്, നല്ല ഒരു ഹെക്സഗണൽ പോളിഗൺ ആയിട്ടുള്ള ഒരു ഷേപ്പോട് കൂടിയിട്ടുള്ള റൗണ്ടഡ് ഓവൽ ആയിട്ട് വരാം. പോളിഗണൽ ആവാം, കാരണം അതെന്താണ് പാരൻകൈമാറ്റസ് സെൽസ് ആണ്. സോ അവർ പോളിഗണൽ ഹെക്സഗണൽ ആവാം, ഓവൽ ആവാം, എനിവേ. സോ അവിടെ എന്തുണ്ട്, വിത്ത് ലാർജ് ഇൻട്രസെല്ലുലാർ സ്പേസ്. ഞാൻ നേരത്തെ നമ്മുടെ പാരൻകൈമ സെൽസിന്റെ ഒരു സ്പെഷ്യാലിറ്റി പറഞ്ഞിരുന്നു, അവിടെ ഇൻട്രസെല്ലുലാർ സ്പേസ് പ്രസന്റ് ആയിരിക്കും. സോ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ അത് പ്രസന്റ് ആണ്. ഓക്കെ, വിച്ച് ഓക്യുപ്പൈ ദ സെൻട്രൽ പോർഷൻ ഓഫ് ദ സ്റ്റെം കോൺസ്റ്റിറ്റ്യൂട്ട് ദ പിത്ത്. സോ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, പിത്ത് സെൻട്രൽ പോർഷൻ ഓഫ് ദ സ്റ്റെമ്മിന്റെ സെൻട്രൽ പോർഷൻ ഓക്യുപ്പൈ ചെയ്യുന്നത് പിത്താണ്. ഓക്കെ, പിത്ത് എൻലാർജ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഓക്കെ, റൂട്ടിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, പിത്ത് എൻലാർജ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും, ഡൈക്കോട്ട് റൂട്ടാണോ? അല്ല, അത് മോണോക്കോട്ട് റൂട്ടാണ്. കാരണം പിത്ത് എൻലാർജ്ഡ് ആവുമ്പോൾ അത് വെൽ ഡെവലപ്ഡ് പിത്ത് ആണെന്നുണ്ടെങ്കിൽ അത് മോണോക്കോട്ട് റൂട്ടും, പിത്ത് ഇൻകൺസ്പീക്യസും സ്മോൾ ആണെന്നുണ്ടെങ്കിൽ അത് ഡൈക്കോട്ട് റൂട്ടും ആണെന്ന് നമ്മൾ റൂട്ടുകളുടെ കേസിൽ പറഞ്ഞു. ഇവിടെ പിത്ത് എന്താണ്, സ്റ്റെമ്മിന്റെ കാര്യത്തിൽ, ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ കാര്യത്തിൽ പിത്ത് പ്രസന്റ് ആണ്. ഇനി അത് പത്രം പഠിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഹൈപ്പോഡർമിസ്, എപ്പിഡർമിസ്. ഇനി മോണോക്കോട്ട് സ്റ്റെമ്മിന്റെ കാര്യം പഠിക്കാം. മോണോക്കോട്ട് സ്റ്റെം ഹാസ് എ സ്ക്ലിയറൻകൈമാറ്റസ് ഹൈപ്പോഡർമിസ്. ഓക്കെ, മോണോക്കോട്ട് സ്റ്റെമ്മിന് എന്തുണ്ട്, സ്ക്ലിയറൻകൈമാറ്റസ് ഹൈപ്പോഡർമിസ് ഉണ്ട്. ഓക്കെ, ലുക്ക് അറ്റ് ദിസ് പിക്ചർ. A large number of scattered vascular bundles each surrounded by a sclerenchymatous bundle sheath. അതായത് നിങ്ങൾ ആ ഫിഗറിലായിട്ട് നോക്കൂ, അതായത് ലാർജ് നമ്പർ ഓഫ് എന്തുണ്ട്, സ്കാറ്റർ ആയിക്കൊണ്ട്, അതായത് അവിടെയും ഇവിടെയും ചിന്നിച്ചിതറിക്കൊണ്ട് വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ട്. ഇതൊക്കെ എന്താണ്, വാസ്കുലാർ ബണ്ടിലുകളാണ്. ഇതൊക്കെ വാസ്കുലാർ ബണ്ടിൽസ് ആണ്. ഓക്കെ, ഇത് അതായത് മീൻസ് ഇത് ഫ്ലോയും സൈലും കൂടി ചേർന്നുള്ള ആ ഒരു സ്ട്രക്ചർ ഓഫ് അറേഞ്ച്മെന്റ് ആണ് വാസ്കുലാർ ബണ്ടിൽസ്. ഓക്കെ, അതൊക്കെ വാസ്കുലർ ബണ്ടിൽസ് ആണ്. എന്താണ്, ഈച്ച് സറൗണ്ടഡ് ബൈ എ സ്ക്ലിയറൻകൈമാറ്റസ് ബണ്ടിൽ ഷീത്ത്. അതിനെന്ത് ചെയ്തിട്ടുണ്ട്, ബണ്ടിൽ ഷീത്ത് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അതെന്താണ്, സ്ക്ലിയറൻകൈമാറ്റസ് ബണ്ടിൽ ഷീത്ത് ആണ്. സ്ക്ലിയറൻകൈമാറ്റസ് ബണ്ടിൽ ഷീത്തിനെ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വാസ്കുലർ ബണ്ടിൽസ് എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ലാർജ് കൺസ്പീക്കസ് പാരൻകൈമാറ്റസ് ഗ്രൗണ്ട് ടിഷ്യൂ. ഓക്കെ, ആൻഡ് എ ലാർജ് കൺസ്പീക്കസ് പാരൻകൈമാറ്റസ് ആയിട്ടുള്ള ഗ്രൗണ്ട് ടിഷ്യൂ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രസന്റ് ആണ്. ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റും. വാസ്കുലർ ബണ്ടിൽസ് ആർ കൺജോയിന്റ് ആൻഡ് ക്ലോസ്ഡ്. എന്തുകൊണ്ട് ക്ലോസ്ഡ് ആയി, എന്തുകൊണ്ട് കൺജോയിന്റ് ആയി എന്നുള്ളതിന് ഉത്തരം പറയൂ. യെസ്, ക്ലോസ്ഡ് ആയതിന് കാരണം ഇവിടെ എന്തില്ല, കാമ്പിയം പ്രസന്റ് അല്ല. അതുകൊണ്ട് എന്തുകൊണ്ട് കൺജോയിന്റ് ആയി, കാരണം സൈലവും ഫ്ലോയവും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരേ റേഡിയസിൽ വന്നിട്ടുണ്ട്. ഇവിടെ അഡ്ജസന്റ് ആയിട്ട് വന്ന. ഓക്കെ, അപ്പോൾ ആ സ്പെഷ്യാലിറ്റീസ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, കോൺസ്പീക്കസ് പാരൻകൈമറ്റസ് ഗ്രൗണ്ട് ടിഷ്യൂ കഴിഞ്ഞിട്ട് വാസ്കുലർ ബണ്ടിൽസ് ആർ കൺജോയിന്റ് ആൻഡ് ക്ലോസ്ഡ്. ഓക്കെ, അതിനുള്ള കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ പറഞ്ഞു. വാസ്കുലർ ബണ്ടിൽസ് കൺജോയിന്റും ക്ലോസ്ഡ് ആകാൻ കാരണം എന്താണ് മനസ്സിലായല്ലോ. പെരിഫറൽ വാസ്കുലർ ബണ്ടിൽസ് ആർ ജനറലി സ്മോളർ. പെരിഫറൽ ആയിട്ടുള്ള വാസ്കുലർ ബണ്ടിൽസ് എന്താണ്, ജനറലി സ്മോളർ. അതായത് പെരിഫറൽ റീജിയൻ എന്ന് പറയുന്നത് ഈ റീജിയൻ ആണ്. ഓക്കെ, ഈ ഇതിനോട് അടുത്ത് കിടക്കുന്ന ഈ റീജിയനാണ് പെരിഫറൽ റീജിയൻ എന്ന് പറയുന്നത്. സോ അവിടുത്തെ വാസ്കുലർ ബണ്ടിൽസ് എന്ന് കമ്പാരിറ്റീവ്ലി സ്മോളർ ആണ് കമ്പയർഡ് ടു അകത്ത് കിടക്കുന്ന, ഉള്ളോട്ട് ചേർത്ത് കിടക്കുന്ന വാസ്കുലർ ബണ്ടിൽസ് എന്താണ്, ലാർജ് ആണ്. പെരിഫറൽ വാസ്കുലർ ബണ്ടിൽസ് എന്താണ് അത് സ്മോൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് the phloem parenchyma is absent. phloem parenchyma absent ആണ്. ഇതിൽ phloem parenchyma absent ആണ്. And water containing cavities present within the vascular bundles. വാട്ടർ കണ്ടെയ്നിങ് ആയിട്ടുള്ള ക്യാവിറ്റീസ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. വാട്ടർ കണ്ടെയ്നിങ് ക്യാവിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പ്രസന്റ് ആണ്. വാട്ടർ കണ്ടെയ്നിങ്
ക്യാവിറ്റീസ് പ്രസന്റ് ആണ്. എനിവേ നിങ്ങൾ ഇത് ഈ ഒരു സംഭവങ്ങൾ പഠിക്കാന്ന് വെച്ചാൽ ഇവിടെ ചോദ്യം വരിക കമ്പയർ ചെയ്യുവാനും വേണ്ടിയിട്ടും അതൊക്കെയാണ്. അപ്പോൾ എനിവേ നിങ്ങൾ 2 കള്ളി വരയ്ക്കുക. അതില് ഒന്നിലെ ഡൈക്കോട്ട് റൂട്ട് മോണോക്കോട്ട് സ്റ്റെമ്മിന് എഴുതുക. അതേപോലെ അതിന്റെ കമ്പാരിസൺ നടത്തിക്കൊണ്ട് അതിന്റെ സ്പെഷ്യാലിറ്റീസ് ഡിഫറൻസ് ഒക്കെ കൊടുക്കുക. അതുപോലെ തന്നെ ഡൈക്കോട്ട് സ്റ്റെമ്മ് മോണോക്കോട്ട് സ്റ്റെമ്മ് എന്നുള്ള ഹെഡിങ് കൊടുത്തുകൊണ്ട് അതിന്റെ ഒരു കള്ളി വരയ്ക്കുക. അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉപകാരപ്പെടും. എനിവേ എന്തായാലും വായിച്ച് ഈ ഫിഗർ നോക്കി വായിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഫിഗർ ബൈ ഹാർട്ടാവും, ഇതും ബൈ ഹാർട്ടാവും. അത് ഒരു തൃപ്തി, പൂർണ്ണതയിൽ ഈ ഫിഗർ നോക്കി വായിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, അത് കൂടുതൽ മനസ്സിലിരിക്കുക എന്ന് കൂടി മനസ്സിലാക്കുക. എനിവേ ഡൈക്കോട്ട് സ്റ്റെമ്മും മോണോക്കോട്ട് സ്റ്റെമ്മുമായിട്ട് നമ്മളിവിടെ ഈ സംഭവം മോണോക്കോട്ട് സ്റ്റെമ്മും ഡൈക്കോട്ട് സ്റ്റെമ്മും നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി ലീഫിലോട്ട് പോവാം. ഡൈക്കോട്ട് ലീഫും മോണോക്കോട്ട് ലീഫുമാണ്. എനിവേ അത് കൂടി കഴിഞ്ഞാൽ ഈ പാഠം എന്റെയും വലിയ വിഷയമൊന്നുമില്ല, കുറച്ച് ഉള്ളൂ. ഓക്കെ. The vertical section of dorsiventral leaf through the lamina shows the 3 main parts, namely epidermis, mesophyll, and vascular system. Okay. The epidermis, which covers both upper surface and lower surface. എപ്പിഡർമിസ് ഉണ്ട് കവർ ചെയ്തുകൊണ്ട്. ആൻഡ് മുകളിലത്തെ സർഫേസിനെ നമ്മൾ എന്ത് വിളിക്കും, അഡാക്സിയൽ എപ്പിഡർമിസ് എന്നും താഴത്തെ സർഫേസിനെ നമ്മൾ എന്ത് വിളിക്കും, അബാക്സിയൽ എപ്പിഡർമിസ് എന്നും. അപ്പർ സർഫേസിൽ അഡാക്സിയലും ലോവർ സർഫേസിന് അബാക്സിയലും. അതുപോലെ തന്നെ ഈ ലീഫുകളിൽ എന്തുണ്ട്, ക്യൂട്ടികളുണ്ട്. പക്ഷെ അതെന്തായിരിക്കും, കൺസ്പീക്കസ് ക്യൂട്ടികൾ ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ the abaxial epidermis generally bears more stomata than the adaxial epidermis. അതായത് മുകളിലുള്ള അബാക്സിയൽ എപ്പിഡർമിസ് മുകളിലല്ലേ, താഴെയുള്ള മുകളിലുള്ള അഡാക്സിയൽ എപ്പിഡർമിസിനേക്കാളും കൂടുതൽ സ്റ്റൊമാറ്റ കാണപ്പെടുക എവിടെയാണ്, താഴെയുള്ള ലോവർ സർഫസിലുള്ള അബാക്സിയൽ എപ്പിഡർമിസിലാണ്. അത് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. അബാക്സിയൽ എപ്പിഡർമിസ് ജനറലി bears more amount of stomata than the adaxial epidermis. Okay. The latter may even lack stomata. ചിലപ്പോൾ എന്തുണ്ടാവും, സ്റ്റൊമാറ്റ ലാക്ക് ചെയ്തിട്ടുണ്ടാവും. കാരണം ഇവിടെ ചെറിയ വിടവ്, ഇവിടെ സ്റ്റൊമാറ്റ ഉണ്ട്. ഓക്കെ. പക്ഷെ ഈ മുകളിലുള്ള ആൾക്കാർക്ക് അങ്ങനെ വിടവൊന്നും കാണുന്നില്ല. എനിവേ സോ ചിലപ്പോൾ അവിടെ ഉണ്ടാവും, സ്റ്റൊമാറ്റ ലാക്ക് പോലും ചെയ്തിട്ടുണ്ടാവും, ഉണ്ടാവില്ല ചിലപ്പോൾ. The tissue between upper and lower epidermis is called a mesophyll. Okay, mesophyll എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ. ഈ ടിഷ്യൂ, ഈ മൊത്തം ടിഷ്യൂവിനെ, അതായത് ബിറ്റ്വീൻ ദി അപ്പർ ആൻഡ് ലോവർ സർഫേസ് ഇസ് കോൾഡ് മീസോഫിൽ. ഓക്കെ. മീസോഫിൽ എന്ന് വിളിക്കുന്നത് ഈ ടിഷ്യൂവിനെയാണ്, മൊത്തത്തിൽ വിളിക്കുന്നതാണ്. എന്നാൽ ഈ ടിഷ്യൂവിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു പാലിസേഡ് മീസോഫിൽ എന്നും സ്പോഞ്ചി മീസോഫിൽ എന്നും. അതെന്താണെന്ന് നോക്കാം. The mesophyll, which possess chloroplast and carry out photosynthesis, is made up of parenchyma. Okay, mesophyllന്റെ ധർമ്മം എന്താണ്, which possess ക്ലോറോപ്ലാസ്റ്റുകളെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്, and carry photosynthesis activities. Okay. ക്ലോറോപ്ലാസ്റ്റുകൾ ഉണ്ടാവും, പിന്നെ എന്താണ്, carry out photosynthesis എന്ത് ചെയ്യും, നടക്കും സ്വാഭാവികമായിട്ടും. ഓക്കെ. is made up of parenchyma. എന്ത്, mesophyll എന്താണ്, made up of parenchyma. It has 2 types of cells, the palisade parenchyma and the spongy parenchyma. The adaxially placed palisade parenchyma is made up of elongated cells which are arranged vertically and parallel to each other. നോക്കൂ ചിത്രത്തിലേക്ക് നോക്കുക. ഓക്കെ. ഫസ്റ്റ് എന്താണ് പറഞ്ഞത് നോക്കി. Okay, the adaxially placed palisade parenchyma. Okay, എന്താണ്, is made up of elongated സെല്ലുകളാണ് ഇവിടെ ഉള്ളത്. elongated cells which are arranged in vertically and parallel. Parallel ആണ്,
വെർട്ടിക്കലാണ് പാരലൽ ആയിട്ട് എന്ത് ചെയ്യുക അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടു ഈച്ച് അതർ, രണ്ടെണ്ണം വെച്ച് ഈച്ച് അതർ ആയിക്കണം. ഓക്കെ, എനിവേ ഓവൽ റൗണ്ട് ആൻഡ് ലൂസ്ലി അറേഞ്ച്ഡ് സ്പോഞ്ചി പാരൻകൈമ. അതുപോലെ തന്നെ ഇവിടെ എന്താ സ്പോഞ്ചി പാരൻകൈമയുണ്ട്. അതെന്താണ് ഓവൽ ഷേപ്പാണ്, റൗണ്ട് ഓവൽ ആയിട്ടുള്ള ഷേപ്പാണ് ഇവരൊക്കെ. അതുപോലെ തന്നെ എന്താണ് ലൂസ്ലി അറേഞ്ച്ഡ്, വലിയ ലൂസ്ലി അറേഞ്ച്ഡ് ആണ്. സ്പോഞ്ചി പാരൻകൈമ ഇസ് സിറ്റുവേറ്റഡ് ബിലോ ദി പാലിസേഡ് സെൽസ് and extend to the lower epidermis. There are numerous large spaces and air cavities between these cells. Okay, the air cavities ഉണ്ട്. Okay, എയർ ക്യാവിറ്റീസ് ആണ് ഇതൊക്കെ. അവിടെ എന്തുണ്ട്, സ്പോഞ്ചി പാരൻകൈമയിൽ എന്തുണ്ട്, സ്പോഞ്ചി മീസോഫിലിൽ എന്തുണ്ടാവും, എയർ ക്യാവിറ്റികൾ ഉണ്ടാവും. അവിടെ ലൂസ്ലി പാക്ക്ഡ് സെല്ലുകളായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ലൂസ്ലി പാക്ക്ഡ് മാത്രമല്ല, എന്താണ് അവരുടെ ഷേപ്പ് റൗണ്ട് ഓവൽ ആയിട്ടുള്ള ഷേപ്പുകളായിരിക്കും. എനിവേ മീസോഫിൽ നമ്മുടെ പാലിസേഡ് മീസോഫിലാണെങ്കിൽ വെർട്ടിക്കലിയും പാരലി അറേഞ്ച് ചെയ്തിട്ടുള്ള സെല്ലുകളായിരിക്കും ഉണ്ടാവുക. അവരെന്ത് ചെയ്യും, നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഈച്ച് അതറായിട്ട് നല്ല രീതിയിൽ ഇലോങ്ങേറ്റഡ് സെല്ലുകളാണ് എന്ന് കൂടി മനസ്സിലാവുക. ഓക്കെ, എനിവേ നോക്കൂ, നെക്സ്റ്റ് എന്താണ് വിച്ച് അറേഞ്ച്ഡ് വെർട്ടിക്കലി. എനിവേ കഴിഞ്ഞല്ലോ അല്ലേ. ഓക്കെ there are numerous large spaces and air cavities between these cells. വാസ്കുലർ സിസ്റ്റം ഇൻക്ലൂഡ് വാസ്കുലർ ബണ്ടിലുകൾ ഒക്കെ ഉണ്ട്. വിച്ച് ക്യാൻ ബി സീൻ ഇൻ ദ വെയിൻസ് ആൻഡ് ദ മിഡ് റിബ്. അതൊരു മെയിൻ എന്താണ്, അതൊന്ന് ചെയ്തു വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, vascular system includes vascular bundles which can be seen in the veins and the midrib. Okay, അത് ക്വസ്റ്റ്യൻ വരാൻ സാധ്യത. വെയിൻസിലും മിഡ്രിബിലും ആയിട്ടാണ് എന്ത് വാസ്കുലർ സിസ്റ്റംസ് എന്ത് ചെയ്യുക കാണപ്പെടാറ്. The veins vary in thickness. The size of the vascular bundles are dependent on the size. Yes, നോക്കൂ, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനുള്ള ഒരു ആൻസർ ആണ്. സ്റ്റേറ്റ്മെന്റ് ട്രൂ ഓർ ഫാൾസ് എന്ന് വന്ന് ചോദിച്ചുകൊണ്ട് വരും, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2 ഒക്കെ ചോദിച്ചു വരും. സോ നോക്കുക, ദ സൈസ് ഓഫ് ദ വാസ്കുലർ ബണ്ടിൽസ് ആർ ഡിപ്പെൻഡന്റ് ഓൺ ദ സൈസ് ഓഫ് ദി വെയിൻസ്. ഇവിടെ ഒരു റീസൺ അസേഷൻ ക്വസ്റ്റ്യൻ വരാൻ സാധ്യത. അസേഷൻ എന്താ, ദ വാസ്കുലർ സിസ്റ്റം ഇൻക്ലൂഡ്സ് വാസ്കുലർ ബണ്ടിൽസ് വിച്ച് ക്യാൻ ബി സീൻ ഇൻ ദ വെയിൻസ് ആൻഡ് ദി മിഡ്രിബ് എന്ന വരും. അതുപോലെ റീസൺ എന്തായിട്ട് വരും, ദ സൈസ് ഓഫ് ദ വാസ്കുലർ ബണ്ടിൽസ് ആർ ഡിപ്പെൻഡന്റ് ഓൺ ദി സൈസ് ഓഫ് ദ വെയിൻസ്. അത് വെയിനുകളിൽ ഉള്ളത് കൊണ്ടാണ് അതിന് വെയിൻസ് മിഡ്രിബിലാണ് വാസ്കുലർ ബണ്ടിൽസ് ഉണ്ടാവുക. കാരണം എന്താണ്, ഈ വാസ്കുലർ ബണ്ടിലിന്റെ സൈസിനോട് ഡിപ്പെൻഡന്റ് ആണ് ആര്, ദ സൈസ് ഓഫ് വാസ്കുലർ ബണ്ടിൽ ഡിപ്പെൻഡന്റ് ആണ് ആരോട്, ദ സൈസ് ഓഫ് ദി വെയിൻസ് ഓഫ് ദ പ്ലാന്റ്, ദ സൈസ് ഓഫ് ദി വെയിൻസ് ഓഫ് ദ ലീഫ് ഓഫ് ദ പ്ലാന്റ്. ഓക്കെ, എനിവേ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് റീസൺ അസേഷൻ ക്വസ്റ്റ്യൻ ആണ്. അത് അവിടെ ഇവിടെയൊക്കെ തെറ്റി ഏതെങ്കിലും നോട്ട് എന്നൊക്കെ കയറി വന്നാൽ എന്താവും, റീസൺ അസേഷൻ തെറ്റിപ്പോവും. സോ എനിവേ അതൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, അത് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. വാസ്കുലർ ബണ്ടിൽസ് എന്ത് ചെയ്യുന്നുണ്ട്, വാസ്കുലർ ബണ്ടിൽസ് നമുക്ക് വെയിൻസിലും മിഡ്രിബിലുമാണ് ഒരു പ്ലാന്റിന്റെ ലീഫിൽ കാണപ്പെടുക. കാരണം എന്തെന്ന് വെച്ചാൽ ദ സൈസ് ഓഫ് വാസ്കുലർ ബണ്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ഓൺ ദി സൈസ് ഓഫ് ദി വെയിൻസ്. ഓക്കെ, ചെടിയുടെ ലീഫിന്റെ വെയിൻസിന്റെ സൈസിനെ ഡിപ്പെൻഡന്റ് ചെയ്യുന്നുണ്ട് വാസ്കുലർ ബണ്ടിൽസ്. ഓക്കെ, അതുകൊണ്ടാണ് വെയിൻസിൽ എന്ത് ചെയ്യപ്പെടുന്നത്, വെയിൻസിലും മിഡ്രിബിലും വാസ്കുലർ ബണ്ടിലുകൾ കാണുന്നത്. ഓക്കെ, the veins vary in thickness in the reticulation venation of the dicot leaves. ഓക്കെ, അതൊക്കെ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. തിക്നെസ്സിൽ മാറ്റം ഉണ്ടാകും, റെറ്റിക്കുലേറ്റ് വിനേഷൻ ആയിരിക്കും ഓഫ് ഡൈക്കോട്ട് ലീവ്സ്. The vascular bundles are surrounded by a layer of thick walled bundle sheath cell. ഓക്കെ, ബണ്ടിൽ ഷീത്ത് സെല്ലുകൾ ഇവിടെ കാണുന്നുണ്ടോ, ഇല്ലല്ലേ. എനിവേ ഇസ് ഹിയർ ദ വാസ്കുലർ ബണ്ടിൽസ് എന്താണ് കവർഡ് ബൈ ദി ബണ്ടിൽ ഷീത്ത് സെല്ലുകളിനാൽ കവർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഓക്കെ, ലുക്ക് അറ്റ് ഫിഗർ. ഓക്കെ, എനിവേ find the position of xylem in the vascular bundle. ഇതിൽ നിന്ന് സൈലം ഫ്ലോയും ഉണ്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫിഗർ കണ്ടിട്ട് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ഐസോബൈലാറ്ററൽ ലീഫ് അഥവാ മോണോകോട്ട് ലീഫ്. The anatomy of isobilateral leaf is similar to that of dorsiventral leaf in many ways.
ഇറ്റ് ഷോസ് ദ ഫോളോവിങ് ക്യാരക്ടറിസ്റ്റിക് ഡിഫറൻസസ്. ഇവർ തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുമ്പോൾ മനസ്സിലാവില്ല. എനിവേ അവർ വലിയ സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇൻ an isobilateral leaf, the stomata are present on the both surfaces of the epidermis. നമുക്കറിയാം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡൈക്കോട്ട് ലീഫിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്, അവിടെ അബാക്സിയൽ അതായത് സ്പോഞ്ചി മീസോഫിലിന് അടുത്ത് കിടക്കുന്ന അബാക്സിയൽ എപ്പിഡെർമിസിലായിരുന്നു സ്റ്റൊമാറ്റ മോർ ബിയർ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യുന്നു, ക്ലോറോപ്ലാസ്റ്റുകൾ ഉണ്ട്, അതുകൊണ്ട് അവിടെ ഫോട്ടോസിന്തസിസ് നടക്കുമായിരുന്നു. അത് പക്ഷേ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഐസോബൈലാറ്ററൽ ലീഫ് അഥവാ മോണോക്കോട്ട് ലീഫിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അത് മാറി. അവിടെ അബാക്സിയലിലും അഡാക്സിയലിലും രണ്ട് അപ്പർ സർഫസിലും ലോവർ സർഫസിലും എന്തുണ്ട്, സ്റ്റൊമാറ്റ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യും, രണ്ടിടത്തും എന്ത് ചെയ്യും യെസ് ഫോട്ടോസിന്തസിസ് നടക്കും, ക്ലോറോപ്ലാസ്റ്റുകൾ ഉണ്ടാവും. സോ ദാറ്റ് വൈ ആൻഡ് ദ ലീഫ് മീസോഫിൽ ഇസ് നോട്ട് ഡിഫറൻഷിയേറ്റഡ് ഇൻ പാലസൈഡ് ആൻഡ് സ്പോഞ്ചി പാരങ്കൈമ. ഓക്കെ, അതൊരു മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഡൈക്കോട്ടിൽ രണ്ടെണ്ണമായിട്ട് തിരിച്ചിരുന്നു. അത് മീസോഫിലും പാലിസൈഡും സ്പോഞ്ചി ആക്കിയിട്ട് തിരിച്ചിരുന്നു മീസോഫിലിനെ. പക്ഷെ ഇവിടെ എന്തിട്ടില്ല, മീസോഫിലിനെ എന്തിട്ടില്ല, തിരിച്ചിട്ടില്ല. നോട്ട് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു പാലിസൈഡ്. ഓക്കെ, അതൊരു മെയിൻ ഡിഫറൻസ് ആണ് ഫ്രം ഡൈക്കോട്ട് ബിറ്റ്വീൻ മോണോക്കോട്ട്. ഓക്കെ, in grasses, certain adaxial epidermal cells along with the veins modify themselves into large, empty, colorless, and this are called bulliform cells. Okay. ബുള്ളിഫോം സെൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള എക്സാമിൽ അധികം കാണാനുള്ള സാധ്യതയുണ്ട്. ബുള്ളിഫോം സെൽസ് എന്ന് പറയുന്നത് ആരുടെ പ്രത്യേകതയാണ്, അത് നമ്മുടെ മോണോക്കോട്ട് ലീഫിന്റെ പ്രത്യേകതയാണ് ബുള്ളിഫോം സെൽസ്. ബുള്ളിഫോം സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചില ഗ്രാസുകൾക്ക് എന്തുണ്ട്, ഒരു മോഡിഫൈ ചെയ്യുവാനുള്ള ഒരു എന്തുണ്ട്, സ്വയം കഴിവുണ്ട് അവർക്ക്. കാരണം എന്താണ്, സർട്ടൻ അഡാക്സിയൽ എപ്പിഡെർമൽ സെൽസ് അലോങ് ദ വെയിൻസ് മോഡിഫൈ സെൽസ് ഇൻ ടു ലാർജ് എംപ്റ്റി കളർലെസ് സെൽസ്. കളർലെസ് ആയിട്ടുള്ള സെൽസുകൾ ഉണ്ടാക്കാനും എംപ്റ്റി ആയിട്ടുള്ളതും ലാർജ് ആയിട്ടുള്ള സ്പേസുകൾ ഉണ്ടാക്കുവാനും ഒക്കെ അവർക്ക് വെയിൻസിനോട് ചേർന്നുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോഡിഫൈ ചെയ്യാനുള്ള കഴിവുണ്ട്. സോ അതാണ് ബുള്ളിഫോം സെൽസ്. ഓക്കെ, when the bulliform cells in the leaves have absorbed water and are targeted, the leaf surface is exposed. അതായത് when the bulliform cells in the leaves have absorbed water, അതായത് ഇപ്പോ ബുള്ളിഫോം സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടറിനെ അബ്സോർബ് ചെയ്താൽ അതെന്ത് ടാർഗറ്റ് ആയിരിക്കും, അത് ഒരു വീർത്ത മാതിരി ആകും. ദ ലീഫ് സർഫസ് ഇസ് എക്സ്പോസ്ഡ്. ലീഫിന്റെ സർഫസ് എന്തായാലും ഇതിങ്ങനെ വീർത്തി വരുമ്പോൾ എന്താണ്ടാവുക, എക്സ്പോസ്ഡ് ആയിട്ട് മാറും. ഓക്കെ, ലീഫിന്റെ സർഫസ് എക്സ്പോസ്ഡ് ആയിട്ട് കൂടുതൽ എക്സ്പോസ്ഡ് ആയി മാറും. ചുരുങ്ങുമ്പോൾ എന്ത് ചെയ്യും, എക്സ്പോസ്ഡ് കുറയും. ഓക്കെ, when they are flaccid due to water stress, they make the leaves curl inwards to minimize water loss. ഇനി അവരെന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ ലോസിനെയും വാട്ടർ സ്ട്രെസ്സിനെയും ഒക്കെ അനുഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവരുടെ ലീഫുകൾ എന്ത് ചെയ്യും, കർള് ചെയ്യും, ചുരുക്കും. കാരണം എന്തിനാൻ വേണ്ടിയിട്ട്, മിനിമൈസ് ദ വാട്ടർ ലോസ് ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ട്. സോ ബുള്ളിഫോം സെൽസിന്റെ രണ്ട് ഫംഗ്ഷനുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അബ്സോർബ് വാട്ടർ ആൻഡ് ആർ എക്സ്പോസ്ഡ് സർഫസ് എന്നുകൂടി പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒന്നുകൂടി എന്തുണ്ട്, വാട്ടർ ലോസിനെ പ്രിവെന്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നു, ബുള്ളിഫോം സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ഓക്കെ ദ പാരലൽ വിനേഷൻ ഇൻ മോണോക്കോട്ട് ലീവ്സ്. അതായത് പാരലൽ വിനേഷൻ നമുക്ക് അറിയാലോ, പാരലൽ വിനേഷൻ, റെറ്റിക്കുലേറ്റ് വിനേഷൻ എന്നൊക്കെ അറിയാലോ. പാരലൽ വിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് ലീഫിലാണ് ഉണ്ടാവുക പാരലൽ വിനേഷൻ. ഓക്കെ പാരലൽ വിനേഷനിൽ എന്താണ്, പാരലൽ വിനേഷനിൽ മോണോക്കോട്ട് ലീവ്സ് ഇസ് reflected in the near similar size of the vascular bundles except in main veins as seen as in vertical section of the leaves. ഓക്കെ, അതൊക്കെ വായിച്ചാൽ എന്ത് ചെയ്യും, മനസ്സിലാവുന്നതാണ്. അത് പാരലൽ വിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മോണോക്കോട്ട് ലീവ്സിൽ കാണപ്പെടാറുണ്ട് നിയർ സിമിലർ സൈസ് ഓഫ് വാസ്കുലർ ബണ്ടിൽസിന്റെ നിയർ ആയിട്ട് സിമിലർ സൈസിൽ കാണപ്പെടാറുണ്ട്. എക്സെപ്റ്റ് ഇൻ മെയിൻ വെയിൻസിൽ കാണപ്പെടാറില്ല. as seen in vertical section of the leaves. ഓക്കെ, എനിവേ ക്ലാസ് എങ്ങനെയുണ്ട് ആദ്യം റിപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടോ അതൊക്കെ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ മോണോക്കോട്ടും ഡൈക്കോട്ടും തമ്മിലുള്ള വ്യത്യാസം 3-4 ഒക്കെ ലീഫ് സ്റ്റെം റൂട്ടിനെയും കൃത്യമായി തിരഞ്ഞെടുത്തിട്ട് എഴുതുക, ഒരു പോയിന്റ് ആക്കിയിട്ട്.
അതേപോലെ തന്നെ വായിക്കുക, റെയിൻബോ ലൈൻ വായിക്കുക. കാരണം ആൻസേഴ്സും ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യാം, നമുക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യണമെന്നുണ്ട് എങ്കിൽ ബുക്ക് നോക്കി വായിക്കണം. അതുപോലെ തന്നെ ഫിഗറും എന്ത് ചെയ്യാം മനസ്സിലാക്കുക. ഫിഗറും ഒക്കെ മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഫിഗർ വെച്ച് വായിക്കുക. ഫിഗർ വെച്ച് പഠിക്കുമ്പോൾ എനിക്ക് യാതൊരു വിഷയവും ഇല്ലാത്തൊരു പാഠമാണ്, ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ, അനാട്ടമി ചാപ്റ്റർ. സോ അനാട്ടമി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അനാട്ടമി ഈസ് ദ ഇന്റേണൽ സ്ട്രക്ചറിനെ പറ്റി പഠിക്കുന്ന ഒരു പഠന ശാഖയാണ് ബയോളജിയുടെ. അതാണ് അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പഠിക്കുന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ അനാട്ടമി പഠിക്കുന്ന ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിവേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനിവേ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.